എപ്പോഴേക്കാവും? ഒരാഴ്ചക്കുള്ളിൽ ശരിയോ? അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അത് നടപ്പവകാശമുള്ള ഭൂമിയായിരിക്കണം. ആ സതീശ, ജോയി സാറിന്റെ കസേരയിരിക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട്. സുഖിക്കുന്നൊക്കെ കൊള്ളാം. അതേപോലെ പണിയും മേശപ്പുറത്ത് വെച്ചിട്ട് സാറ് പോയേക്കുന്നത്. പിന്നെ സാറ് പാർട്ടിക്കാരെ പേടിച്ച് മുങ്ങിയതാണെന്ന് തോന്നണേ. 1 മാസം കഴിയാണ്ട് എന്തായാലും വരില്ലേ? അല്ല സാറേ, ഈ പിറന്നാളുകാരൻ എന്തൊന്നും മിണ്ടാത്തെ? സാറേ ഇരിക്കി. ശരി ശരിയാക്കാം. എന്തെങ്കിലും അത്യാവശ്യം വല്ലണോ? സാറ് ഇല്ല, ലീവില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജോയി സാറ് വരട്ടെ. ജോയി സാർ എന്നത്തേക്ക് വരും? എന്തായി കാണിക്കുന്നേ? പാർട്ടിക്കിട്ട് ഉണ്ടാക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്റെ പേര് ജയൻ എന്നാണ്. വെറും ജയനല്ല, ഗുണ്ട ജയൻ. ഇനി ഇതിന്റെ പുറകെ എങ്ങാനും വന്നാൽ നിന്റെ കുടുംബം ഞാൻ ഇല്ലാണ്ടാക്കും. ഇതുവരെ ബാത്റൂമിൽ പോയിട്ടില്ല. മോള് മറ്റേ ബാത്റൂമിൽ പോ. നമ്മുടെ പൊന്നും മോളല്ലേ, അമ്മ എത്ര കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയിട്ടതാ. ചേട്ടാ ചായ. ഞാനിവിടെ വെച്ചിരുന്നാണല്ലോ. ഞാനറിയാതെ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ തോർത്തെടുക്കല്ലെന്ന്? പറഞ്ഞാലും മനസ്സിലാവില്ല. വാടാ വാടാ വെച്ച് 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 വാടാ വാടാ വാടാ. എടാ കൊല്ലുള്ള കുല്ല അതോട് കയറി കയറി എന്നോട് നെല്ല് നിൽക്കുന്നത് വന്ന് 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 വെച്ച് ഇവിടെ വെച്ചോ. പബ്ജി 1 കിലോ. അയ്യോ പഞ്ചസാര എടുത്തോ. സവാള 1 കിലോ കൂടി. സവാള ഇല്ല ഉണ്ടല്ലോ. സവാള ഇല്ല.
ഗുണ്ട ജയൻ അല്ലേ? അല്ല സാറേ, ജയൻ. അതെന്താടാ, ഗുണ്ടായിസമൊന്നും ഇല്ലേ? എങ്ങനെയുണ്ട് നിന്റെ കച്ചവടമൊക്കെ? കുഴപ്പമില്ല സാറേ. പഴയ പരിപാടി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോടാ? എന്താ സാറേ? അബു കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവൻ കുറച്ച് ഉടായ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സാറേ, അതവൻ സിഗരറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ആ കൂട്ടുകെട്ടൊക്കെ പണ്ടേ വിട്ടു. വർഗീസ് സാറിന് അറിയാം. ഞാനിപ്പോൾ സ്റ്റേഷനിൽ കയറിയിട്ട് തന്നെ ഒരുപാട് നാളായി. ഒരു കാര്യം ചെയ്യ്, നാളെ നീ സ്റ്റേഷനിലേക്ക് ഒന്ന് വാ. സാറേ, നാളെ എന്നെ ഒന്ന് ഒഴിവാക്കി തരാം. എന്താ, ഞാൻ നിന്റെ സൗകര്യം നോക്കണു? അല്ല സാറേ, എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പാണ് നാളെ. പണ്ട് വെട്ടാനും കുത്താനും ഒക്കെ നടന്നപ്പോൾ ആലോചിക്കണമായിരുന്നു. വർഗീസേ, നീ ഇതൊന്നും കാര്യമാക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. ചേട്ടാ ബാലൻസ് അപ്പോൾ നിനക്ക് സവാള വേണ്ടേ? വേണം, തരൂ. ഹായ് അഞ്ജന. ഹലോ, കേൾക്കുന്നുണ്ടോ? ചടങ്ങുകൾക്ക് അവിടെ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ അറിയാലോ ദുബായിലെ ചില തിരക്കുകളെ. ലീവ് കിട്ടിയില്ല, അതുകൊണ്ടാ. വിഷമായോ? ഇല്ല. ഓക്കെ ഓക്കെ. എന്താ അഞ്ജനൊന്നും മിണ്ടാതെ? അന്ന് പെണ്ണാണം വന്നതൊന്നും മിണ്ടിയില്ല, ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല. നാണക്കാരിയാണല്ലേ? ശരി ശരി. അപ്പോൾ ചടങ്ങുകളൊക്കെ വന്നിട്ട് നടക്കട്ടെ, കല്യാണത്തിന് അടിച്ചു പൊളിക്കാം. ഓക്കെ ശരി, ബൈ. എന്തേലും പറ. എന്താ മിണ്ടാഞ്ഞേ? പട്ടാളത്തിലായിരുന്നല്ലേ? കേണലാ. പിന്നെ കല്യാണം കഴിഞ്ഞ സന്ദീപ് ദുബായിലേക്ക് കൊണ്ടുപോയിരിക്കും അല്ലേ അഞ്ജുവിനെ? അതിപ്പോ എന്താ എങ്ങനെയൊന്നും സന്ദീപ് പറഞ്ഞിട്ടില്ല. ജയ, ഒരു മിനിറ്റ്. ചേച്ചി ഇതൊക്കെ ഒപ്പം ചോദിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അതൊക്കെ ഇപ്പം തന്നെ ചോദിച്ചുറപ്പിക്കണം. കെട്ടിയിട്ട് അവനുള്ള ഒട്ടിച്ച് പോയാലേ ആ തണ്ട കൊല്ലാക്കല ചെയ്യും. നോക്കടേ കാരണം വാന്താണ്ട അറിയാം. അമ്മേ, ഒരു അലുവ കഷ്ണം എടുത്ത് കഴിക്ക്. മധുരം ഒന്നും അങ്ങനെ കഴിക്കാറില്ല, ഇല്ലാത്ത അസുഖമൊന്നും ഇല്ല. എങ്ങനുണ്ട് അഞ്ചു എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ? കാര്യങ്ങൾ ഇത്ര പെട്ടെന്നായോണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, സന്ദീപിന്റെ ലീവിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണേ. ഇല്ല ശരിയേട്ടാ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ജയ, നിനക്കൊന്നും തോന്നരുത്. കല്യാണത്തിന് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതെന്ത് പരിപാടി ശരിയേട്ടാ? ഡൽഹിയിലുള്ള മോളുടെ ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കുക. എനിക്കും ലീലൊക്കെ അവിടെ പോയി നിൽക്കണം. ജയ, ഞാൻ അങ്ങോട്ട് വരാം. അതെ, ശ്രീധരത്തിന്റെ കാര്യമൊക്കെ എന്റെ അളിയ, അത് ഞാൻ സംസാരിച്ചോളാം. അതെ, ചെക്കൻ ഗൾഫിലാണെന്ന് പറഞ്ഞില്ലേ, ദുബായ്. അതിന് അപ്പോ നമുക്ക് അതുപോലെ കിട്ടണം. അല്ല, ആരൊന്നും മിണ്ടിക്കണ്ടില്ല, അതുകൊണ്ടാ. അതെ, നല്ല വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ പ്രൗഢിയില്ലേ? എന്തേ? നല്ല പഠിപ്പുള്ള പെങ്കോച്ച. ഞാൻ സന്ദീപിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെയെങ്കിലും നടത്താൻ നോക്കാം. അറിയാലോ, അച്ഛൻ മരിച്ചിട്ട് അമ്മാവനെ കാര്യങ്ങളെല്ലാം നോക്കിയേ. എനിക്ക് അമ്മേനെ അമ്മാവനൊന്നും എതിർത്തിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. എന്നാടി നീ ഉച്ചയ്ക്ക് കഴിക്കാൻ വരാഞ്ഞേ? എന്നാ ചേച്ചി? നീയും കണ്ടതല്ലേടി, അവര് വന്നു പോയിട്ട് ഇവളാരോട് ഒരു അക്ഷരം മിണ്ടാതെ ഇരിപ്പ. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെയല്ല ഞാൻ ജീവിക്കണ്ടേ. എന്റെ അഞ്ജു, എന്താ നീ പറയണേ? എനിക്ക് പഠിക്കണം. പഠിക്കണമെന്നോ? നീ പഠിച്ചത്രയൊക്കെ മതി. എടി, കുറച്ച് ദിവസമായി ഇവളീ മോന്തയും വീർപ്പിച്ചിട്ട് ഇരിപ്പ് തുടങ്ങിയിട്ടുള്ളത്. നിന്റെ ഈ കുനുകുനാന്ന് ഫോൺ വിളി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ, ആ വെള്ളം വാങ്ങി വെച്ചാ മതി. എനിക്ക് അയാളത്ര ഇഷ്ടമൊന്നും ആയില്ല. ഉവ്വ, പത്രികയെ മുറിച്ച് കല്യാണം ഉറപ്പിച്ചപ്പോ അവളുടെ ഒരു വേഷം കെട്ട്. എടി, നിന്റെ അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഞാനും കെട്ടിയത്. എന്നിട്ട് ഞങ്ങളൊക്കെ ജീവിച്ചില്ലേ? അയ്യോ, ഞാനും അങ്ങനെയല്ലയോ ചേച്ചി. ദാണ്ടേ എന്നെ കൈവെള്ളയിലിട്ട കേണൽ കൊണ്ട് നടക്കുന്നേ. അറിയാ പൊടി നിനക്ക്. ജയനിപ്പോ വരും, നീ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ഞാൻ പറയാടി. ചേനോട് പറഞ്ഞാണല്ലോ ചേന.
എന്താടി ഉദ്ദേശം? അമ്മ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഞാനത് അത്ര കാര്യമാക്കിയിട്ടില്ല. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയാതെ തന്നെ ആളെ ഞാൻ കണ്ടുപിടിക്കും. പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അവനെ അന്വേഷിക്കേണ്ടി വന്നാൽ അവനെ പിന്നെ വേറെ ആരും അന്വേഷിക്കേണ്ടി വരില്ല. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്ത് തീയതി നിശ്ചയിച്ചു. നിന്നെ വളർത്തി ഇത്ര ആക്കാങ്കി അന്തസ്സായിട്ട് കെട്ടിച്ചു വിടാനും എനിക്കറിയാം. ചേട്ടാ മതി, പോട്ടെ. എന്താടി അഞ്ചു? ചേട്ടാ, അവളുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും അറിയാം നിനക്ക്? നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ അവളുടെ കൂട്ടുകാരോടെങ്കിലും അന്വേഷിക്കാം. തൽക്കാലം വേണ്ട. ഞാൻ അന്നേ പറഞ്ഞത് ഈ ബാംഗ്ലൂരും കോണാത്തിലൊന്നും വിട്ട് പഠിപ്പിക്കേണ്ടെന്ന്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത മാസം നീ ഉണ്ടാവണം എല്ലാത്തിനും. ഒരു അയൽവക്കാരനായിട്ടല്ല, വീട്ടുകാരനായിട്ട്. ശരി കേട്ടോ. ആടോ റജി, ഈ പെണ്ണിന്റെ സ്വന്തക്കാരെയും ബന്ധക്കാരെയൊക്കെ പരിചയപ്പെടുന്നു കേട്ടോ. അവസാനം ടി.വി. കിട്ടുമ്പോൾ അവരിലെ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ് കാശ് കിട്ടൂല. നീ ആ കുന്നം കൂടെ ചോറക്കി എടുത്തോ. ഞാനിപ്പോ എല്ലാരും വിളിക്കാം. പത്മാമേ, ജലജേച്ചി എല്ലാരും വിളിച്ചേ. ഇത് ജലജേച്ചി, പത്മാമല്ലേ പെണ്ണിന്റെ അമ്മ, പെണ്ണിന്റെ അമ്മയുടെ അനിയത്തിയ. ഞങ്ങളെല്ലാം നന്നായിട്ട് പിടിക്കണേ. ഷൈമോനെ കൂടെ കാണിച്ചെടുക്കണേ. അത് ജലജേച്ചിയുടെ ഭർത്താവാ, കേണല. ഇതാണ് പത്മാമ്മ, പെണ്ണിന്റെ അമ്മ. ചായ കുടിക്കാം. വേണ്ട ചേച്ചി, അളയോ നിന്നെ. ഇത് സജേച്ചി, ഇവരുടെ അനിയത്തിയാണ്. ഇത് ചേച്ചിയുടെ ഭർത്താവ് സഹദേവൻ അളിയൻ. ഇത് സൂര്യേച്ചി, നിനക്ക് അഡ്വാൻസ് തന്നില്ലേ ജയൻ ചേട്ടൻ, പുള്ളിയുടെ ഭാര്യ. അല്ല, കഴിഞ്ഞില്ലേ മോനെ? പൊക്കോട്ടെ. ആയിക്കോട്ടെ. വീഡിയോ മോനെ, എന്റെ കുറച്ച് കൂട്ടുകാർ രാത്രി വരുന്നുണ്ട്. അപ്പൊ അവര് വരുമ്പോഴേ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ അടിച്ച് അലുവ പോലെ അങ്ങ് എടുക്കണം. ആയിക്കോട്ടെ. ചേച്ചി, പെണ്ണ് റെഡിയാ? റെഡി ആയിക്കൊണ്ടിരിക്കുക, ഇപ്പൊ വിളിക്കാം. ശരിയാണ്. അല്ല, പെണ്ണിന് അച്ഛനും അച്ഛന്റെ വീട്ടുകാരൊന്നുമില്ലേ? പെണ്ണിന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. പിന്നെ പെണ്ണിന്റെ അച്ഛന്റെ വീട്ടുകാരായിട്ട് ഇവരത്ര സുഖത്തിലൊന്നല്ല, ഉടക്കണം. ഒരു കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു. ദാ വരുന്ന മുതല സുഗതൻ. പന്തലുണ്ടാക്കി വെച്ചേക്കണം. ഈ അടുത്തെങ്ങാൻ ഇത്രയും കൂതറ പന്തൽ ഞാനങ്ങും കണ്ടിട്ടില്ല. അതെ അതെ. ഇഞ്ഞപ്പാ, ഒരു മഴ അങ്ങോട്ട് പെയ്താൽ ചോരും. എന്നാ പിന്നെ മഴ പെയ്യട്ടെ, നമുക്കെന്നാ പെയ്യട്ടെ. കുഞ്ഞപ്പൻ തന്നെയാണ്. കെട്ടൻ ചായ എല്ലാം കിട്ടുമാവോ? ചീറ്റില്ലേടാ? അത് വല്ല നോക്കാം, അതാണ് നല്ലത്. അഞ്ജു, എന്താടി? എന്താ ഇപ്പൊ പറ്റേ? അഞ്ജു ചേച്ചി, അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട്. ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞതാ, അതുകൊണ്ടാ. ആണോ? സമാധാനമായി. മോളിപ്പോ ഇതിനെ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഇല്ല ചേച്ചി, ഇല്ല. അഞ്ജു, ഒക്കെ കഴിഞ്ഞില്ലേ, മതി. വേഗം റെഡി ആവ്. ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട്. മാമൻ എങ്ങാനും വരുമ്പോ ഇത് കണ്ട അത് മതി മോളെ. ഇനി കുറെ പോകണ്ടോ? ഇത് ഞങ്ങളെ കൂട്ടം വന്നല്ലേ, വണ്ടി കൊണ്ടുവന്നു. കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം. അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടുകാരുടെ ഒരു രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതെ ആശാനെ. അതെ, പുള്ളി ഇവിടുത്തുകാരനൊന്നുമില്ല, പെണ്ണും കെട്ടിയൊന്നും ഇവിടെ കൂടിയത്. സെലിബ്രേഷൻ ആണല്ലേ? അതെ, ആശാനെ പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ? എനിക്കറിയാൻ പാടില്ല, ഇതൊക്കെ റെജിയുടെ ഏർപ്പാടല്ലേ. ആശാനെ, നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയായി പോട്ടോ. ഇന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കയറി പോകുന്നത്, കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം മാറും. പറഞ്ഞു നിൽക്കാം. ഇതുപോലെ സുനി മതി ആശാനെ. ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞ കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളയും. അങ്ങനെ നമ്മൾ എത്രയോ കൊളാക്കിണ്ട് അല്ലേ? പിന്നല്ലാതെ. ഇതും കൊളാക്കി. അതെ, ഇച്ചിരി വട്ടുണ്ടാ.
ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് രാത്രിക്കുള്ള ബ്രെഡ് ചിക്കൻ കിട്ടിയോ? അത് ഷൈമോനോട് പറഞ്ഞിട്ടുണ്ട്. നാളത്തേക്കുള്ള സിഗരറ്റ് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. ആ പുരുഷേട്ടാ, ജലജ നീ ആകെ അങ്ങ് ഉടഞ്ഞു പോയല്ലോടി. പട്ടാളം നിനക്കൊന്നും തരുന്നില്ല മോളെ. അയ്യോ പണ്ട് എങ്ങനെ ഇരുന്ന പെണ്ണ? ഇങ്ങനൊന്നും പോയി പറ്റില്ല. നല്ല തടി വെക്കണം. ഞാൻ നല്ല ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും അത്തിപ്പഴവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തരും, കഴിച്ചേക്കണം. 4 ദിവസം കൊണ്ട് ഞാൻ റിസൾട്ട് ഉണ്ടാക്കും. സുഷമേച്ചി എന്തുണ്ട് വിശേഷം? ഓ എന്നാ വിശേഷം? സുമേഷേ, നീ വളർന്നൊക്കെ സുന്ദരനായല്ലോ. അവൻ ആരുടെയാ മോൻ? എന്റെ അല്ലേടി? സുന്ദരനായിരിക്കോ? പുരുഷേട്ട ഇരിക്കെ. സുഷമേച്ചി വാ വാ മോനെ. ഇങ്ങനെ വന്നേ. ആളിയൻ എവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ പറ്റിട്ടേ ഉള്ളൂ. എവിടെ ദേവി കുഞ്ഞമ്മേ നല്ല വന്നില്ലേ? അയ്യോ തുളസി, അത് എടുക്കല്ലേ. അത് ജയന്റെ കൂട്ടുകാർ വരുമ്പോ കലക്കി കൊടുക്കേണ്ടതാ. പിള്ളേര് കുറച്ച് പന്തലിരിക്കുകയാണ്. അവർക്ക് വല്ല കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓ സൂര്യ, അതെ ആ പുരുഷവും ആ പെണ്ണുപിള്ളി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ ഒന്ന് നോക്കിയോട്ടോ. ചേച്ചി ഇത് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇല്ല ഇല്ല ഇല്ല, ജലജേച്ചൊക്കെ വന്നിട്ടുണ്ട്. ആരാടി? സർമേച്ചയാ. ഈ കേണൽമാരുടെ ഓരോ രീതികളെ. രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലും വിറയ്ക്കും. പറഞ്ഞാലും ഷൈമോനെ കണ്ടില്ലല്ലോ. അവന്റെ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല. ഒറ്റയ്ക്കെന്ന് ഭയങ്കര ചിന്തയാ. ശാസ്ത്രജ്ഞനാമെന്നാ ചേട്ടൻ പറയുന്നത്. നീ എവിടാ? രാത്രി വരുമ്പോഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ. പിന്നെ 2 തീർച്ചും. ഓക്കെ ഡ്യൂടെ. മിൽത്തിയിലൊക്കെ ആയോണ്ട് ട്രിപ്റ്റാ. അവിടെ ഒരു ബ്രെഡും ചിക്കനും. പട്ടാളത്തിലേക്ക് കഞ്ഞി വെച്ചു കൊടുക്കലാണ് പണി. നമ്മുടെ ഗോമാവും പണ്ടങ്ങ പോയപ്പോ കണ്ടതല്ലേ. അല്ലേ തിന്റെ കേണന്മാർക്ക് ഷൈലപ്പനെന്ന് പേരിടുക. അവിടെ ഒരു പത്രാസ്. സുനി വിഘ്നാണല്ലോ കാണുന്നത്. തേങ്ങയ്ക്ക് 3 കണ്ണേ ഉള്ളൂ, 4 കണ്ണ് വേണ്ടേ? ശുക്ലാംബരതരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം. പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ. ആ നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. എന്തിനാശനെ എന്നും വെക്കണത്? പിന്നെ അത് കണ്ണേറ് മാറാനുള്ളത്, അതെടുത്ത് കഴിക്കരുത്. അടിപൊളി. 2 പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നാ മതി. ആ എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരൻ ഉണ്ടാക്കുക. കായ അരിയണം. എടാ സാലി, ഒരു 3 ട്യൂബ് വഴിയിലും കൂടെ ഇട്ടേക്ക്. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? തീരും സാറേ. നേരത്തെ വരാറും. ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ണൻ. ജയ, ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന്റെ വയറൊക്കെ പോയി ആളെങ്കിൽ ടിപ്പായല്ലോ. ആ കുറച്ച് വ്യായാമമൊക്കെ ഉണ്ട്. അപ്പൊ 6 പാക്ക് ആയാ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. പുതിയ ഐറ്റമുണ്ടോ? എടാ വന്നോണ്ടിരിക്കാണ് ഒരു 5 മിനിറ്റ്. ആ ഇവിടുത്തെ ലൈറ്റൊക്കെ പണിയാണ്, വേഗം വരാൻ നോക്ക്. എടാ വരാണ് 5 മിനിറ്റ്. കട്ട് ചെയ്ത് മണിച്ചേട്ടന്റെ എന്തുവാടാ ഇത്? DJ ലൈറ്റ് ആണോ? DJ ലൈറ്റ്. മിന്നി മിന്നി നിൽക്കും. അതെ മിനി പുതിയത് കൊള്ളാല്ലേ. വലിയ താമസം ഉണ്ടാവില്ല. നമ്മൾ കുറെ ലേറ്റ് ആയോ? ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടല്ലേ. ചീട്ടെടുക്കടാ.
കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ, അതിന്റെ പുറകെ ആ ചീട്ടിട്ട് കൊടുക്കാവാ. കുറച്ചുകൂടി കുടിക്കണോ? ആ അതെ. ചേച്ചി ഇടോ ഞാൻ അല്ല ശരി ചെറുക്കണത്. ആ കഴി ചേച്ചി പോക്കോ തുടങ്ങി പോകുന്നില്ല. മറിഞ്ഞു സുസി ഒരുമിച്ചാ വന്നേ? ആ അതെ അതെ ഒരുമിച്ചാ വന്നേ. ജ്യൂസ് കുടിക്കേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും നേരെ ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? ആ അതെ. മാമൻ അഞ്ചുടെ കൂട്ടുകാരാ. എന്താ ചേട്ടാ? എടി ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും. അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടെ അവരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന്. എന്റെ ദൈവമേ, ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നെ വളർച്ചയത്. അല്ല സ്ത്രീ എവിടുന്ന് വരുവോ? കടുപ്പട്ട് ഇറങ്ങിയൊക്കെ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം. ഹായ് മോളു. എന്താ ഡാർലിങ്ങിന്റെ പേര്? നല്ല പേരാണല്ലോ, അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം തരട്ടെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? ശരി എന്നാ ബൈ മോളു. എടാ സലി, കിരൺ ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ കല്യാണം കൂടാനായിട്ട്. നിങ്ങളാണ് അവിടുത്തെ പരിപാടി? പിന്നെ ഞാനല്ല ഇതിന്റെ പരിപാടി. ചേട്ടാ ശരി ഞാൻ പോവാറില്ല. ചേട്ടൻ പോവാറില്ല. ആ ചേട്ടാ, സൂര്യ വിളിക്കുന്നു. ഞാൻ പോയി നോക്കിട്ടോ. അതെ നോക്കിയോളൂ. നീ വന്നു. നീ അവനെ കണ്ട? അഞ്ജുവിന്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞത്. എന്നാലും എനിക്കൊരു സംശയം. ഇപ്പൊ മറ്റേ അഞ്ജുനെന്തോ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല. നീ ഒന്ന് പോയി അന്വേഷിച്ചു. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കൂടി അടിച്ചു പോയേനെപ്പോ. എടാ സാലി, അഞ്ജുന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ വന്നു കേട്ടല്ലോ. നമുക്കൊറ്റ ചാർക്കൊല്ലം ഉണ്ടാ? ആ ഒരെണ്ണുണ്ട്. എങ്ങനെയുണ്ട്? ആ പുള്ളിനോട് ചോദിച്ചാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ചേട്ടാ പുള്ളിക്കാരൻ കെട്ടാൻ പോണ പെണ്ണാണിത്. ആ പെണ്ണിന്റെ കൂട്ടുകാരിയോട് തഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ. മനസ്സിലായ? ഏകദേശം. കിരൺ ചേട്ടാ, ഇത് റേച്ചേട്ടൻ. ഹായ്. റജിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു. ഓ അത് ശരി. ഞാനിവിടെ അപ്പുറത്ത് തന്നെ. ഇവിടുത്തെ മീനാളാണ്. ഏതാ സ്ഥലം? മൊഹമ്മ. അത് ശരി. നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ ഉണ്ടാവില്ലേ? ഇന്നിവിടെ നിൽക്കണ കാര്യം ടീന പറഞ്ഞു. ഓ കലക്കി. അടിക്കുവോ? പിന്നെ ചേട്ടാ അടിക്കുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്ക്. ഈ 2 ഫുള്ള് വന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സാധനം ചെയ്യത്തില്ല കേട്ടോ. എന്നെ പൊന്നളിയ അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട. എന്റെ കൂട്ടുകാരല്ലേ ഇപ്പൊ അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ. തരുവനെ കാണാട്ടോ. ആശാനെ, ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരം കിമ്പാർത്തും ട്രെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആശാൻ പുള്ളി വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് കൂട്ടാം. മറ്റടുത്ത കല്യാണം. എന്താ സുരേ? ജയൻ ചേട്ടാ, ചേട്ടൻ വിചാരിച്ച പോലെയല്ല. അത് നമ്മുടെ അഞ്ജുവിന്റെ കൂട്ടുകാരി കെട്ടാൻ പോണ പയ്യനാണ്. ആ മോഹമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണമാണ്. പിന്നെ സുനി പറഞ്ഞാലും കാര്യമുണ്ട്. ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ചീഞ്ഞ മുട്ടേന്റെ മണം. ആശാനെ, ഈ തക്കാളിക്കലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഒരിക്കലും മണം തോന്നല്ലോ. കേട്ടില്ലേ സുനി? എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ല. അതാണ് എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയൻ ആൾക്കാരെ വിളിച്ചു പോവാ. നശിപ്പിക്കല്ലേ. ചേച്ചി വാ, നിൽക്കുന്ന മൊബൈലുകൾ എടുത്താലോ? ചേട്ടാ അടുത്തരാ.
ആഹാ കോഴിക്കാണോ നിങ്ങൾ തീറ്റോട്ട് കൊടുക്കുന്നത്? നിക്ക് പോയി കോഴി കിട്ടിയോ? നിന്നെ ശരിയാക്കി തരട്ടോ. മജീദേ, എന്റെ സൊസൈറ്റിയിലെ ആൾക്കാരാണ്, ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ. ഞാൻ ഫോട്ടോ എടുത്തു തരുമോ? ഒരു ഫോട്ടോ എടുത്തു തരുമോ? എന്താടാ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ? എടുത്തെടുക്കടാ, വാങ്ങിക്കടോ. എടാ മര്യാദക്കൊന്ന് പിടിക്കണോ ലൈറ്റ്. ഈ പുറകിരിക്കുന്ന ചെറുക്കം ഭയങ്കര പിറപ്പാട്ടോ. ഓക്കെ അതുകൊണ്ട് ഇത് ചീഞ്ഞ ക്യാബേജാണെന്ന് തോന്നല്ലേ, ഒരു വല്ലാത്തൊരു ഇത്. അതാണല്ലേ അയാടെ ദുബായി കോഴി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇയാൾ ആരാ? പത്മേച്ചിയുടെ ബന്ധത്തിലുള്ള ബന്ധുവാന്നാ പറയുന്നത്. ഓ അങ്ങനെ. ശരി ശരി. ചേച്ചി കത്തിക്ക് മുറിയാലാണ് കേട്ടോ, നോക്കണേ. അതേ കോഴി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ലൈവ് ലൈവ്. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി എനിക്ക് എന്റെ പേരെന്താ മനസ്സിലായി? നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പോഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമ്മായത്. എന്നതിലേക്ക് ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞ മതിയോ? കുറച്ച് മധുരമായ ശബ്ദമാണ് വേണ്ടത്, അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ കെ.പി. മനേട്ട ഇവിടെ എത്തി ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ലൈറ്റ് മൊത്തം പണിയാണ് കേട്ടാ. അയാളാണെങ്കിൽ വൺ ഡേഞ്ചറാണ്. മുത്തയ്യാത്തി മറ്റേ 4ാമത്തെ വീടല്ലേ? വളരെ 4ാമത്തെ വീടല്ലേ? ആ എത്തി ഇതേ മുറ്റത്തെത്തി. ശരി. ഒരു കാര്യം പിന്നെ എത്തിക്കാനാ ആശാനെ മിനിമം 1 മണിക്കൂറെങ്കിലും അവിടെ എത്താൻ. അവന് വെറുതെ സീസ് തുടങ്ങലാണ്. അതൊന്നും കുഴപ്പമില്ല. അടി തുടങ്ങിയ റെജീനെ വിളിക്കണം. ആദ്യം ഞാനൊരു 30 അടിക്കട്ടെ, എന്നിട്ട് മതി. ഈ 30 അടിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്. എടാ വെള്ളടിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞാൽ തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്നവരടിക്കണം. അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം. കാലിന് ഉറപ്പില്ല, ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. അത് പണ്ടേ പോയതാണല്ലോ. സലി മാമനൊരെണ്ണം ഒഴുക്കി. താടിയോ മാറ്റോണ്ട് വന്നു. ഏയ് അല്ല, അച്ഛൻ മിലിറ്ററിയില്ല. ഞാൻ ഇതുപോലത്തെ ഫംഗ്ഷൻ പോകുമ്പോൾ 2-3 കുപ്പിയെടുത്ത് ബാഗിലിടും. നമ്പർ ഒന്ന് തന്നേക്കണം കേട്ടോ പോകുന്നതിന് മുമ്പേ. ആയിക്കോട്ടെ. ലൈറ്റോനെ, നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ. അവിടെ എല്ലാ ലൈറ്റും നിന്റെ DJ പോലെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടോ? സാധനമുണ്ടോ? ഞാൻ സലീനെ ഏൽപ്പിച്ചേക്കാം, അവനോട് ചോദിച്ചു. ഞാൻ ലൈറ്റോനെ കണ്ടോളാം. സുരേഷേട്ടാ, ആശ്രമം എങ്ങനെയാണ് ഇവിടെ വെച്ചാൽ മതിയാ? റെജി, എങ്ങനെയും കുറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ. ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പൊന്നുവനെ മറക്കല്ലേ. അങ്ങാരി വീടെടുത്ത് തിരിച്ചു വെക്കുവേ. വാ മോളെ. അകത്ത് കയറി വാ. അടി ഫസ്റ്റ് ഫോർത്ത് സെക്കൻഡ് പൈസ അടിക്കല്ലേ. പണിക്കും പോടാ സുഖ. എന്തിനാണോ ഞങ്ങളുടെ കാശ് മേടിക്കാൻ വന്നിരിക്കുന്നത്? കൈ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നല്ല വർക്കത്തുള്ളതാ. അടുത്ത ചീട്ടുന്ന ആരാണ്? നീയല്ലേ കുത്തണം?
കരണ്ട് പോയി ഇയാടെ പന്തല്ല അരിന്നോടത്തങ്ങാണ്ട് ഇരുന്നാ മതിയായിരുന്നു. സൂസിയൊക്കെ പോയി കാണോ ഇല്ല. കൈയെടുക്കരുത് മറക്കത്താ കരണ്ട് പോയി അപ്പ അവളെ പോകും. കാശ് പൊത്തി പിടിച്ചോണേ. എന്താണ് ആശാനത്? വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല. വെട്ടല്ലേ ഒരു മോന്റെ മോനെ ഇവിടുത്തെ ചോറ് കേറ്റണ്ട. അല്ലേ കലവറയ്ക്ക് സ്പെഷ്യൽ ലൈറ്റ് ഇട്ട് തരണ്ടേ? ഞാൻ പോണേന് അടിച്ച സാധനം ഇറങ്ങിപ്പോയി. പെട്രോളൊന്നും കിടന്നില്ല. ഇന്നലെ ഒഴിച്ചാണല്ലോ. ശരിക്കും അങ്ങോട്ട് തുറക്ക്. പെട്രോളുണ്ടാ പിന്നെന്താ പിടിച്ച് പിടിച്ച് ഞാൻ എടി മഞ്ജു എന്തേ? അവളകത്തുണ്ടല്ലോ. ഇല്ലെന്ന് ഞാൻ നോക്കിയതല്ലേ. ഇല്ലേ? എന്നെ കൊണ്ട് ഇനി പറ്റില്ല. ചേട്ടൻ നോക്കിയോ? മര്യാദക്ക് വെട്ടം വന്നില്ലെങ്കിൽ ഇതും കത്തിക്കും നിന്നെ കത്തിക്കും. ഇയാളെ ഞാൻ നമ്പർ കാണാനില്ല. എടോ മനു, താനെ ഇവിടെ പോയി എടുക്കാണ്. ഇവിടെ കറണ്ട് പോയി ജനറേറ്ററൊക്കെ കേടാണ്. താനിപ്പോ വരാന്ന് പറഞ്ഞിട്ട്. മോനെ ഞാൻ ടൗൺ വരെ ഒന്ന് പോടാം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇച്ചിരി ലേറ്റ് ആവും. ചിലപ്പോ നേരം വിളിക്കും. സാറേ ഈ ജാമ്യത്തിലിറക്കാൻ രണ്ടുപേരും മതിയോ? മതിയാവില്ലേ? രണ്ട് കൂട്ടുകാർ കിട്ടണം. ആ സൂസയും തപ്പി വന്ന സ്ഥലം കൊള്ളാം. ചേടാ സംഭവം റെഡിയാ? ഒറ്റടിക്കാൻ സ്റ്റാർട്ടായി. ഞാനൊരുപാട് നേരം നോക്കി, സംഭവം സെറ്റ് ആയില്ല. രാവിലെ നേരത്തെ റെഡിയാവാം. ജേട്ടാ 5 റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരാരോ ഒരു കംപ്ലൈന്റ് ആയിരിക്കായിരുന്നു. ചേട്ടനിത് എന്താ പറ്റിയേ? തീരുന്നവരെ ഒരു സമാധാനമില്ല. മോളെ സാമ്പാർ സന്തോഷ് വല്ലൊരുക്കൊണ്ടോടാ. വല്ലൊരുക്കൊണ്ടോ? വീട്ടിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ? വേണ്ട വേണ്ട, ഞാനേ ഇവിടെ തിരക്ക് കഴിയുമ്പോൾ ഇങ്ങോട്ട് എത്താം. ശരി ചേട്ടാ, കാത്തോരനും കൂടി ഇങ്ങോട്ട് എടുത്തോ. ആ പെണ്ണിന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. സിംഗിളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ചേട്ടാ മിൽട്ടൺ 2 പേക്കുള്ളല്ലോ. കുഴപ്പമില്ല ചേട്ടാ. ചേട്ടാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഫ്രിഡ്ജെടുക്കാൻ പറഞ്ഞാൽ മതി. ശരി. ഓ നമുക്കിനി സമാധാനമായിട്ട് പാട്ടൊക്കെ പാടിയിരുന്ന് അടിക്കാം. അല്ല ടച്ചിങ്സ് ഇതേ ഉള്ളൂ. ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറിയാണോ? എന്നാ എടുക്കണ്ട, ഒരാവശ്യമുണ്ട്. നമ്മുടെ ശൈലപ്പണിയില്ലേ കേളന്, പുള്ളി വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ മറന്നു. തരാം തരാം. പ്രവാസിയാന്ന് പറഞ്ഞിട്ടെന്നാ, നമുക്കൊരു വെക്ക് കഴിച്ചാൽ ഇവിടെ ആരുമില്ല. ആ എല്ലാരും ഉണ്ടല്ലോ.
ചേട്ടൻ കാടി. വേണ്ട. ഞാൻ ആ ജയൻ ഇരുന്നോണ്ട് ഇങ്ങോട്ട് വരാൻ. അവനാണ് ഒട്ടും അപ്ഡേഷൻ ഇല്ല. ഞാനാണ് ന്യൂജനുമായി പോയി. ആദ്യം നാടൻ, എന്നിട്ട് ഫോറിൻ. ഞാൻ ഒഴിച്ചുതരാം. പുരുഷനല്ലേനും ഒഴിച്ചോളാം. എത്ര ഒഴിച്ചതാ? നാടൻ ഇതോടെ മിക്സായ വല്ല കുഴപ്പമുണ്ടോ? നല്ല സാധനമല്ലേ? ആണോ? പക്ഷെ എനിക്ക് എന്നാന്ന് അറിയില്ല. വയറുവേദന ഉണ്ടാവും. നാളെ കല്യാണമൊക്കെ കൂടാനുള്ളതല്ലേ. ഞാനിത് അങ്ങ് എടുക്കുക. നമുക്ക് നാളെ കൂടാം. സൂസ്മനല്ല ഹെയർ. ശുഭരാത്രി. ഇനി പോയിട്ട് ഈന്തപ്പഴം കഴിക്കണം. ഞാൻ അവനോട് സംസാരിച്ചു. അവൻ്റെ വർത്തമാനം കേട്ട് എനിക്ക് നിന്നെയാണ് തല്ലാൻ തോന്നുന്നത്. എടോ, അവനവൻ്റെ ഫാമിലി സ്റ്റേറ്റസ് ഒക്കെ അവിടെ വലുത്. അവനവൻ്റെ വഴിക്ക് പോയി. നീ ഇത് വിട്ടേക്കുമ്പോളേ അഞ്ജു, നാളെ മുതൽ പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവാ. നീ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഇന്നിവിടെ നിൽക്കാൻ തീരുമാനിച്ചു തന്നെ. എടോ, ഇതാണ് റിയാലിറ്റി. നീ അതിനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ബി പോസിറ്റീവ്. ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുക. അവക്ക് കൊടുത്തു മതി. എന്റെ മക്കളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ ചേച്ചി. എടി കാസറോള് എടി ജലജി, എന്തോ അളിയൻ കുറെ നേരമായിട്ട് കലവറ നിൽപ്പുണ്ട്. അയാളെങ്ങനെ ചൊറിഞ്ഞാൽ അയാൾ മുളകൊടി ഒരു കണ്ണിലെറി. നീ പോയി അളിയനെ വിളിച്ചോണ്ട് വന്നേ. എന്റെ ഈശ്വരി, അങ്ങനത്തെ ഒരു കാര്യം. നിങ്ങളെല്ലാവരും ഇവിടെ കഥ പറഞ്ഞോണ്ട് വന്നു കേട്ടാ. പണിയോട് വാ പോ. ചേട്ടാ, ബ്രെഡും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. 9:45 ആ 2 മിനിറ്റും കൂടെ ഉള്ളു. അവിടെ എത്തുമ്പോഴത്തേക്കിനാവും. ചേട്ടൻ വാ. കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല കറിയാ. അയ്യോ എടി സൂര്യേ, ഞാനിവിടെ വെച്ചിരുന്ന ബ്രെഡും ചിക്കനും നീ കണ്ടോടി? ഇല്ലല്ലേ ചേച്ചി. ചേച്ചി ഇതെവിടെ വെച്ചേ? എടി ഞാനത് അവിടെ ആടി വെച്ചത്. അയ്യോ എന്റെ ദൈവമേ, ഇനി അങ്ങാരോ ഒന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ബ്രെഡും ചിക്കനും क्या? मुझे ऐसा लग रहा कि तू गैर कानूनी तरीके से सीमा पार कर भारत पर आई हुई पाकिस्तानी आतंकवादी है। मेरा ब्रेड और चिकन की कसम, एक बॉम्ब होता है तो जिसी तरीके से पाकिस्तान का सीमा को तोड़ता, उसी तरीके से ये घर को और तुझे भी तोड़ता था। देशद्रोही। എന്റെ പൊന്നളിയ, ഒരു ചിക്കന്റെയും ബ്രെഡിന്റെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യമുണ്ടോ? കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങയും മനസ്സിലാവണം. चुप रहो। कौन आड़ा निंदा पिल्लारे? मैं देश का रक्षक കേണൽ ശൈലപ്പ हूं। കഞ്ഞിയപ്പുകാരോട് സംസാരിക്കില്ല, എന്നോട് സംസാരിക്കരുത്. ഉള്ളു का पाटा। ഹേ കേണൽ സാർ, സമാധാനം സമാധാനം. കിരൺ ഭയ്യ, മിലിറ്ററി ജീവിതം എനിക്ക് സമ്മാനിച്ചത് 2 ഡിസിപ്ലിനാണ്. 1 ബ്രെഡും ചിക്കനും, അതിപ്പോ ഇന്നങ്ങും. 2 കക്കൂസി പോവാൻ 2 സിഗരറ്റ്. ഇക്കണക്കിന് അതും അത് ഞാൻ റെഡിയാക്കി തരാം. എന്നെ വിശ്വസിക്കാം. ഞാനിവിടെ എൻ്റെ ഫിയാൻസിയുടെ ഒപ്പം കല്യാണം കൂടെ വന്നാണ്. എനിക്കങ്ങനെ ആരോടൊന്നും പരിചയമൊന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു നല്ല സുഹൃത്തിനെ കിട്ടിയത്. അപ്പൊ സാബിന് നടിക്കും. നമുക്ക് ലാഭം. ധന്യവാദം. എടിയുടെ കള്ളുകൂടി ചീട്ടുകളൊക്കെ ആയിരിക്കും. നീ അഞ്ചനും കൂട്ടി അമ്മാൻ്റെ കൂട്ടി പോയി കിടക്കും. കൂട്ടുകാരി കൊച്ചിനെ വിളിച്ചോ? അത് നന്നായി. അഞ്ജനയുടെ മുറിയിലെ ബാത്റൂമും കേടാ. ജയേട്ടനെ ഞാൻ ആ തെക്കേ മുറി വിരിച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ള ഡ്രസ്സ് അവിടെ വെച്ചേക്കാട്ടോ. പിന്നെ അമ്മായി പുരുഷമാമിലെ ഡ്രസ്സും അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേക്കണേ. കുഞ്ഞപ്പൻ ഈ സാധനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഫോറിൻ. എനിക്ക് സത്യത്തിൽ ഈ ഓണം ജാതി കല്യാണത്തിന് വേണ്ട ഒരു താല്പര്യമില്ലായിരുന്നു. എന്റെ പെണ്ണുമ്പിടെ നിർബന്ധം കൊണ്ടോ എനിക്ക് ജയനുണ്ടല്ലോ, അവനെ കണ്ട ഒറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി. കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛനായ എനിക്ക് വരുന്ന മര്യാദ നിങ്ങൾക്ക് അറിയാലോ. വീട്ടിൽ ഒരുപാട് പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചീട്ട് കളിച്ചിരിക്കണേ. സത്യത്തിൽ ഈ സാധനം കണ്ടപ്പോഴാണ്, അല്ല ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം. എന്നാ നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് പോയാലോ? സാറെ കുഞ്ഞപ്പനെ കൈ കഴിക്കുന്നു. അയ്യോ അതെ, ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പ കൂടെ വരും. എന്റെ മെയിൻ കൈക്കാരനാണേ. എനിക്ക് ഗതിയില്ലാത്ത പാവങ്ങൾക്ക് പിച്ച കൊടുക്കുന്ന വലിയൊരു ആശ്വാസമാണ്. കുഞ്ഞപ്പൻ കഴിക്ക്. വില കൂടിയതാ, കുറച്ചെടുത്താൽ മതി.
അയ്യോ അത് വേണ്ട സാറേ. സാറിനൊക്കെ ഒഴിച്ചു വെച്ച സാധനം ഞാനെടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിന് കുഞ്ഞപ്പനായിട്ടില്ല. ഓ എന്നെ അഭിനയോ. അതെ അതെ മൊത്തം കയറ്റ വന്നു. സൂക്ഷിച്ച് പിടിച്ചോണം. കൊച്ചമ്പ കുഞ്ഞപ്പൻ ലുക്കും ഇല്ല, റിച്ചൻസും ഇല്ല, ലൈക്ക് കുറയും. ആ കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛൻ കല്യാണ വീട്ടിൽ നിന്ന് സുഗതൻ. ആ പറഞ്ഞോ. കൊച്ചച്ഛനാണെന്നുള്ള പേരേ ഉള്ളൂ. ചേട്ടനെ പോലെ കല്യാണമാണ്. ഇതുവരെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി കട്ടൻ ചാവല കിട്ടിയിട്ടില്ല. ഇതുപോലെ കൂതറ കല്യാണം എന്റെ കോണിയാക്ക് അമ്മയുടെ ഒരു ഫോറിൻ ആരാണ് ഇവിടെ ഗതിയില്ലാത്ത? എടാ നീ എന്നെ ഫേസ്ബുക്കിൽ കയറ്റി വിട്ടോടാ. എടാ ദുബായ് പട്ടി ചെറ്റ തെണ്ടിക്കുണ്ടായ പന്ന കളന്റെ മോനെ പട്ടി സൂത. ആരാണ് നിന്റെ കൈക്കാരൻ? രണ്ടിനെയും കുത്തി കൊറയാൻ പുറത്തെടുക്കും അവന്റെ ഒരു ദുബായ്. ചേട്ടന്റെ കള്ളും മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടനെ തെറി വിളിച്ചില്ലേ അവൻ. കാണിച്ചു കൊടുക്കാൻ പറയാൻ വന്നേ. സാധനം ഇരിപ്പുണ്ടോ നീ? ഇനി ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ഞാൻ പ്രശ്നക്കാരല്ല. ഹലോ, അഞ്ജനയുടെ അമ്മയല്ലേ? അതെ, അഞ്ജുടെ അമ്മ. ആരാ? അഞ്ജനെ കെട്ടാൻ പോകുന്ന സന്ദീപില്ലേ, അവന്റെ കാമുകയാ. അവൻ എന്നെ ചതിച്ചിട്ട് ഈ കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. നടത്തത്തില്ല ഞാൻ. ഹലോ ഹലോ എടി സൂര്യ, എന്താ ചേച്ചി? ഏതോ ഒരു പെണ്ണ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സന്ദീപിന് ഏതോ പ്രേമുണ്ടെന്ന്, ഈ കല്യാണം നടത്തൂലെന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം നടത്തില്ലെന്നോ? ആര്? ദേ കണ്ടില്ലേ, ഇതേതോ പിള്ളേര് പറ്റിക്കാൻ ചെയ്ത പണിയാ. എടി ജയനോടൊന്ന് പറയണ്ടേ? നല്ല കാര്യായി. ജയേട്ടന് അതിലും വലിയ ഇതായിട്ട് നടക്കുക. ഏതോ പിള്ളേര് തമാശ കാണിച്ചതിന് ചേച്ചി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ബാ. സുരച്ചേട്ടന്റെ സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആണോ? സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? ഇതന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ. ആള് മാറി വിളിച്ചതാണോ എനിക്ക് സംശയമുണ്ട്. സുര ഒറ്റയ്ക്കുള്ളോ? ഇതെന്താ ഇവന്മാർ കിടന്നുറങ്ങണം? പാവങ്ങളല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇതൊരു ശല്യമല്ല, സഹായ. ഒരു കട്ടെടുക്കട്ടെ? വേണ്ട വേണ്ട. അല്ല കിടക്കുന്നില്ലേ? റെജോട് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ വേണമെങ്കിൽ. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ കൂടിക്കോളാം. ആ പിന്നെ ഇനി പായസം കൂടി ഇറക്കാമല്ലോ.
നാളെ സദ്യ വിളമ്പുന്നതിന് മുന്നേ ആദ്യത്തെ ഗ്ലാസ് പായസം ജയൻ തന്നെ കുടിക്കണം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അടുത്തവർക്ക് പെട്ടെന്ന് കിട്ടും. അത് ഞങ്ങളൊരു വിശ്വാസമാണ്. നാളെ അല്ലേ? അവൻ്റെ മറ്റടുത്ത വിശ്വാസം സൂക്ഷിച്ച് കളിച്ചോണം. ഇനി കൈ വന്നോളൂ. ഇത് കഷ്ടം. മുടിയാനായിട്ട് കട്ടനായിരുന്നു. തേറ്റ് തെരിപ്പിച്ച് തേണ്ടി. ചീട്ടൊക്കെ ചീഞ്ഞ് ഈ കൈ അടിക്കും. തീർന്നു. ഒരു 10 രൂപ തന്നെ ഒരു പ്രാവശ്യം. ചേട്ടാ ഇനി കാശ് തരാൻ പറ്റട്ടെ. കാശില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകും. വെറുതെ മനുഷ്യൻ മുഴുവൻ കളിച്ച് കളഞ്ഞല്ലോ. ഞാൻ കുറച്ചുകൂടെ ചേർന്ന് നിൽക്കാം. കുറെ നേരമായാലും മേത്തോട്ട് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ മണി കയറി ബാക്കിയുള്ള കയ്യിലെ കാശ് തീർത്ത് പഴക്കത്തില്ലാത്ത ആരാടാ സുഖം? ഞാൻ ദുബായ് കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. കാശ് ബാക്കി വീട്ടിൽ പോയി കിടന്നുറങ്ങാ. എനിക്ക് അഞ്ചുനെ കിടന്നേ നല്ല ആഗ്രഹം ഉണ്ടാകുന്നതാ. ആണോ? എന്നാ വിഷമത്തിൽ ഞാൻ ഇവിടെ മുകളിൽ വെക്കട്ടെ. അതെങ്കിലും നടക്കട്ടെ. കുഞ്ഞപ്പനാ സൂതിനെ കണ്ട? സൂതിന്റെ കൈക്കാരനാ. ഒരു 10 രൂപ വണ്ടിക്കൂലി. വീട്ടിൽ പോയിച്ചു വരാനാ. ഇല്ല ഒന്നുമില്ല. കുഴപ്പമില്ല, കുഞ്ഞപ്പൻ പോയിച്ചു തരാം കേട്ടാ. ഇന്നലെ ഒടുക്കലത്തെ ഒരു ചിക്കൻ കറിയും ബ്രെഡും കഴിക്കുകയും ചെയ്ത്. പിന്നെ പൂട്ടിയുടെ ഇതിനകത്ത് തന്നെ ശ്രീധരൻ കൊടുക്കാനുള്ള സ്വർണ്ണവും കൊണ്ടോ വെച്ചേക്കൊന്നു. ആർക്കറിയാം, ചിലപ്പോ അതും കാണും. അങ്ങനത്തെ ആളുകളാ. ബുർജ് ഖലീഫ പോലും 24 hours ഓപ്പണാ, നോൺ സ്റ്റോപ്പ്. അപ്പൊ ഈ മറ്റവനാണ് ഇത് പൂട്ടിയിട്ടത്. ഇതൊരിക്കലും പൊറുക്കാൻ പറ്റൂല. ഇന്ത്യൻ മിലിറ്ററിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത്. ആണെന്നേ. അവനല്ലേ ആ സുഗതൻ, അവനായിരിക്കും ഇതിന്റെ ആള്. ഇന്നലെ രാത്രി അവൻ എന്നോട് പറഞ്ഞ ഈ കല്യാണം അലമ്പാക്കുമെന്ന്. തൂറാൻ പറ്റിയില്ല, തീർന്നില്ലേ? അവന് സഹദേവനെ അറിയാൻ വയ്യാത്തോണ്ടാ. ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നും അറിയാത്ത പോലെ അവനേക്ക് ആക്ടിങ് കള്ളനാ. സഹദേവനോടാണ് കളി. ചേട്ടാ സലി ഉണ്ടോ? എടാ സലി, കിരൺ ചേട്ടനല്ലേ അഭിലാഷ് പറഞ്ഞ ചേട്ടൻ? എന്താ സംഭവം? അവൻ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞ് സംഭവം എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഞാൻ പറയാം. ഈ മാസം 18-ാം തീയതി നിങ്ങൾക്ക് തവണക്കടയിൽ ഒരു പരിപാടിയില്ലേ? ആ കല്യാണം ഒന്ന് മുടക്കണം. പെണ്ണ് ചേട്ടൻ്റെ. പിന്നെന്തിനു ചേട്ടാ കല്യാണ ദിവസം വരെ നോക്കണേ? നേരത്തെ വിളിച്ചോണ്ടാ, നമ്മള് കൂടെ നിക്കാം.
അവളങ്ങനെ ഇറങ്ങി വരില്ല. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിൽ എനിക്കിപ്പോൾ വിട്ടുകൊടുക്കാൻ വയ്യടോ. ചേട്ടൻ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അഭിലാഷ് നമുക്ക് ഉപയോഗമുള്ള ആളാണ്, അതുകൊണ്ടാണ് ഈ റിസ്ക് എടുക്കുന്നത്. കൂടെ നിൽക്കാം, അത്രേ പറ്റുള്ളൂ കേട്ടാ. അത് മതിയോ? ആ ഹലോ അഞ്ജു, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നീ ധൈര്യമായിട്ടിരുന്നു. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, നീ അതുപോലെ തന്നെ ചെയ്യണം. പറ്റുമെങ്കിൽ ഒന്ന് സെൻറ്റി അടിച്ചോ. അഞ്ജു ചേച്ചി അവക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട്. സമാധാനമായി. എടാ, അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ചോദിച്ചാൽ ഞാൻ ടീനിനെ കെട്ടാൻ പോണ ആളെന്ന് പറഞ്ഞു. കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. എടിയാ പുരുഷനങ്ങളില്ലേ, അങ്ങനെ ഇവിടുന്ന് ഫേസ്ബുക്കിൽ ലൈവ് പോകുന്നുണ്ട്. നീ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അഞ്ചിനടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഇട്ടു. ചേട്ടായി ടച്ചിങ് സ്റ്റൈൻ്റെ ബേഗ് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കണം. അത് വെറും ചിക്കനല്ല, ചിക്കനോട് SB ടാബ്ലറ്റും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുള്ള ഐറ്റം. പണി കൊടുക്കാൻ പറ്റുന്നവർക്ക് ഒക്കെ പണി കൊടുക്കാം. നാളെ നിലം തൊടാതെ ഓടിക്കോട്ടെ എല്ലാം കൂടി. എടാ റജി എടുത്തൊന്ന് ചോദിക്കടാ, എനിക്കല്ലെന്ന് പറയണം. നിനക്കാണെന്ന് വെച്ചാൽ നടക്കും. തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്നവരടിക്കണം. അതുപോലുള്ള ആൾക്കാരെ കമ്പനി കിട്ടണം. കാലിന് ഉറപ്പില്ല, ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. ഇതാ കൂടി തന്നെയാണോ? കുറച്ചുകൂടെ കൂടിയത്. ഇത് കുറച്ച് ബാക്കിയുണ്ട്. മിലിട്ടറിയാ വേണമെങ്കിൽ 5 മാവന് കൊടുക്കാം. ഇത് 2 കൂടുതലോ? പുള്ളി അടിച്ചോട്ടെ. 2 കക്കൂസി പോവാൻ 2 സിഗരറ്റ്. നാളെ രാവിലത്തേക്ക് 2 കഞ്ചാവ് വറുത്ത് സിഗരറ്റ് ഒപ്പിക്കണം. അത് ഞാൻ ഇടയ്ക്ക് തരാം, എന്നെ വിശ്വസിക്കാം. കേണല്ല ചുമ്മാ നാളെ പന്തലങ്ങ് പറപ്പിച്ചോടാം. അഞ്ജു, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് പറ്റാത്തോണ്ടാ. ബി പോസിറ്റീവ്. ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുക. ചേട്ടാ, അഞ്ച് റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരാരോ ഒരു കംപ്ലൈന്റ് ആയിരിക്കും. ഹലോ, സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? സദ്യ പരിപാടി കിട്ടാനായിട്ട് ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു കലാകാരൻ പറഞ്ഞതാ. എന്താ ഐഡിയ? അതായത് നാളെ സദ്യ ഗണപതിക്ക് വെക്കണതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള്, അതായത് കാർന്നൂര്, അയാളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. പിറ്റേ ആഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും, ഉറപ്പാ. ശരി. ഇവിടുത്തെ കല്യാണം നടന്ന മറ്റേ ജയൻചേട്ടൻ ഉണ്ടകണ്ണായിട്ടില്ലേ? അതെ, ഞാൻ 1-2 ഗ്ലാസ് കുടിപ്പിക്കാം. അതെ, പുള്ളി കൊണ്ട് തന്നെ നോക്കാം. സലേ, നാളെ കുറച്ച് നേരത്തെ എണീക്കണം. ഒരുപാട് പണിയുള്ളതാണ്. കല്യാണത്തിനാണ് 100 വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട്. 100 ഒരു കക്കൂസ്. പിന്നെ 100 കക്കൂസ് ഉണ്ടാക്കിയിടാൻ പറ്റും. ദുബായിലെ ഒരാൾക്ക് 3. സഹദേവാ, 2 പാട്ട് കഴിഞ്ഞ് ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ. അഞ്ചാവനല്ലേ, മാറിയിട്ടൊന്നുമല്ലോ. ഓക്കെയാണ്. വാ, ഒരു സെറ്റ് ഇതോ തരാവേ. നന്ദി വേണം, നന്ദി. കറക്റ്റ് സമയമല്ലേ? അവൻ ചില്ലറക്കാരനൊന്നും എപ്പോഴും തെറിക്കലാണ്. മകനായിട്ട് എന്നെ അച്ഛന്റെ കിളി പറപ്പിക്കും. ഈ സാരി എവിടെ മേടിച്ചേ? പൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി, അത് മേടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. അതെ ചേച്ചി, കുറെ നേരമായില്ലേ, ഞങ്ങൾ നിർത്തട്ടെ. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ,
തീർത്തിട്ട് വിടാം ഒന്ന് പോയടേക്കാം. ചേച്ചി ഇത് ചേട്ടനും പറയുന്നുണ്ടാവും കേട്ടോ. ചേച്ചി എന്തിനാണ് പ്ലീസ്, ഞാൻ ഇതൊന്നും ചെയ്തോട്ടെ, എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. ഇനി ആർക്കെങ്കിലും തെക്കാനുണ്ടോ? തെക്കാൻ വേണ്ടി എടുത്തിട്ട് വാ. എന്റെ പൊന്നു മോളെ, ഈ വക സാധനങ്ങളൊക്കെ എടുക്കുമ്പോ എന്നോട് പറഞ്ഞിട്ട് ചേട്ടാ പൂ മേടിച്ചപ്പോ കുറച്ച് കൂടുതൽ മേടിക്കായിരുന്നല്ലേ? എല്ലാരും എടുത്തപ്പോഴേക്കും എനിക്കില്ല. ഇതെന്താ കുളിക്കുന്നൊന്നുമില്ലേ? എടി അവിടുത്തെ ബാത്റൂമിന്റെ വാലൊക്കെ പൊളിഞ്ഞു കിടക്കുവോ? എനിക്കൊന്ന് കക്കൂസി പോണം. ആരെങ്കിലും ഉണ്ടോ നോക്ക്. എന്തുണ്ട്? വേറെ നിറച്ചുണ്ട്. സജിതേച്ചി എന്ന് തോന്നണേ. ഇറങ്ങട്ടെ, കുറെ പേര് കയറിയതാ, കുഴപ്പമില്ലല്ലോ. ചേച്ചി പൂ വന്നോ? ഹലോ കിരൺ, ചേച്ചി കത്രിക എടുത്തു. കേട്ടില്ല? തൊടല്ലേ, ആ കവർ സെറ്റ് ചെയ്തു. ആ ഓക്കെ ഓക്കേടാ. എന്ന് വെച്ചടാ. എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ? എന്താ ആ ബ്യൂട്ടീഷ്യൻ പെണ്ണുമ്പിള്ള മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ല. അവസാനം സാധനം കിട്ടുമ്പോ കണക്കണാന്ന് പറഞ്ഞ് പൈസ ഒന്നും കുറച്ച് ഞാൻ തരില്ല കേട്ടോ. എടാ മര്യാദക്ക് കിട്ടുന്ന എന്താന്ന് വെച്ചെടുത്തു, അല്ലെങ്കിൽ കുന്തം കുടച്ചക്കുറോ എല്ലാം കൂടെ എടുത്ത് ഞാൻ തൂട്ടിക്കളയും. ജയൻ ചേട്ടാ, ചേട്ടന് ഇതേവരെ റെഡിയായില്ലേ? അവിടെ ശാന്തിക്കാരൻ അന്വേഷിക്കണം, എന്തോ അത്യാവശ്യമാണെന്ന്. ഏട്ടാ കെട്ടറൊക്കെ പൊട്ടുവോ? പിന്നെ പൊട്ടിയല്ലേടാ. ആ പൊട്ടിയാ കൊള്ളാം. ഇതെന്നാ ഇയാളെ വയറ്റിൽ നിന്ന് പുകയാണോ വന്നത്? യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളല്ലേ, കുറച്ച് വെടിയുമ്പോഴൊക്കെ ഉണ്ടാവും. നിലമ്പൂർ കോവിലത്തെയാന്ന വിചാരം. ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോ ഒരു തേങ്ങോഴി അമ്മ വിളിക്കായിരുന്ന എന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണ് വാരിട്ടുണ്ട്, അതുകൊണ്ട് വിളിക്കാഞ്ഞതാ. ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ? ഞാൻ മാറ്റിത്തരാം. കേണലിന്റെ കിളി പോയി തുടങ്ങിട്ടാ. ഒന്ന് ഇറങ്ങണം സുഗത. തോക്കിന് ഒരു മാറ്റവും ഇല്ല. രമേശ ഒന്നൊന്ന് സഹായിക്കടാ. സെറ്റാണ് ശാന്തി. ശാന്തി അന്വേഷിച്ചിരുന്നു. പറഞ്ഞ സാധനങ്ങളൊക്കെ കുറവാണല്ലോ, ചില സാധനങ്ങൾ ഇല്ല. 5 ആപ്പിൾ പറഞ്ഞിട്ട് ഇപ്പൊ 1 ആപ്പിളേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ എന്നെ ഉണ്ടാക്കാനാ? ഉള്ളത് വെച്ചങ്ങ് ഉണ്ടാക്കിയാൽ മതി. എനിക്ക് തന്നെ. പിന്നെ ഈ ക്യാമറ എടുക്കാനെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ. നിങ്ങൾ തന്നെ പറഞ്ഞോണം. അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നേക്കരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വഭാവം മാറും. നാരി നാരി ആകെ മൊത്തം നാരി.
തേച്ച് വെച്ചതാണല്ലോ. ഇതാരുടെ കോണാണ്? എൻ്റെ ഷഡ്ഡി ഇവിടെ പോയി. ലില്ലി പൂക്കളുള്ള വെള്ള ഫോറിൻ ഷഡ്ഡിയാ. എമിറേറ്റ്സ് മാളിൽ നിന്ന് മേടിച്ചതാ. ഈശ്വര, ഓ ഷഡ്ഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ്. ഇതെൻ്റെ പാർട്ടി ഇടും. ഇതിനത് ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ എല്ലാം. എന്ത് ചേട്ടാ? ഒന്നുമില്ല, ഒരു മിനിറ്റ്. ഞാനിങ്ങോട്ട് വരാൻ റെഡിയാവുമായിരുന്നു. ആണോ? സോളമൻ സാർ എന്തേ? ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഞാനിപ്പോ ഒറ്റയ്ക്കാ. ആ, അത് നന്നായി. ഈ ബാത്റൂമൊക്കെ ഇവിടെ എവിടെയാ? ബെഡ്റൂമിലാണ് ബാത്റൂം. ബെഡ്റൂം അതിനെന്താ, അതോട്ട് വരൂ, വാ. അങ്ങോട്ടേക്കാ. ഇന്നെന്താ ഡ്യൂട്ടി ഇല്ലേ? ഇന്നലെ നിന്റെ അപ്പന് സീരിയസ് ആന്ന് പറഞ്ഞിട്ട് SI ലീവ് തന്നില്ല. ഇന്ന് നിന്റെ അപ്പനോട് കൊന്നു. ആരെയത്? അതെ, അയ്യോ എനിക്കറിയില്ല. ചിലപ്പോൾ കള്ളമായിരിക്കും. എനിക്കറിയില്ല. സത്യോടി ഞാൻ ചവിട്ടി പൊളിക്കൂട്ടാ. സൂസി, കല്യാണത്തിനോണ്ടല്ലേ അത്ര പോന്നല്ലേ? കരയില്ലേടാ നീ? ഇവിടെ പോകുന്നല്ലേടാ? കല്യാണത്തിനോടെ വേഗം ആവട്ടെ. അപ്പിട്ടെ ചേട്ടാ, എവിടുത്താന്നാ തോന്നണത്? കണ്ടുപോരുത് ഇവിടെ വിട്ടോ. പറമ്പിൽ നിന്ന് കിട്ടിയാണ്. വരുന്നവരെ പോരും. ഞാനത് കഴിച്ചിട്ട് അങ്ങനെ തോന്നേ. ഇപ്പൊ തന്നെ വന്നേ. ഇത് ഇങ്ങോട്ട് മാറ്റിയിടാം. ഇപ്പൊ ശരിയായില്ലേ? ചേച്ചി കഴിയാറായില്ലേ? അവിടെ വിളിക്കുന്നു. പിന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ സാരി ഒന്നുകൂടെ ഒന്ന് കുത്തി. ഹലോ, കിരൺ. അതെന്റെ സാരി ഒന്ന് താഴെ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, ശരി.
ചേച്ചി ഒന്ന് മാറിക്കേ. അതെ, പുരുഷനങ്കളുടെ വൈഫല്ലേ? അങ്കിളിനെ അറിയോ? ആ പിന്നെ, അങ്കിള് നല്ല സ്മാർട്ട് അല്ലേ? അങ്കിൾ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ വന്നിരുന്നല്ലോ, ആന്റി കണ്ടില്ലേ? ഇല്ല. കാണിക്കാലോ ഞാന്. ദാ നോക്കിക്കേ. ഇനി നമ്മൾ കലവറിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂഫി, എന്റെ പേരെന്താ മനസ്സിലായി? നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമ്മായത്. കൈക്കെന്നാ പറ്റിയേട്ടാ? ഓ കല്യാണമൊക്കെ അല്ലേടാ, ഒരു രസത്തിന് കല്ലിനടിച്ച് ചതച്ചതാ. ഓക്കെയാണ്, കുഴപ്പമില്ല. വേണ്ടപ്പോ പറഞ്ഞ മതി. എപ്പോഴും സാധനം റെഡിയാണ് കേട്ടോ. ഞാനും റെഡിയാ മോനെ. കുറച്ചുകൂടെ കറക്റ്റാണ്. ചേട്ടാ, ഇത് അവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു, വേഗം വന്നേ. ആണോ? അങ്ങനെ മാറി വീഡിയോ മോനെ പെട്ടെന്ന് എടുക്കണടാ, അവിടെ ചെന്നിട്ട് കുറച്ച് ജോലിയുള്ള. ജോലിയോ? കള്ളു കുടിക്കുന്നു. അടുത്ത ഓട്ടെ മോനെ. ചേച്ചി ഒന്ന് മാറിക്കേ, കുറെ നേരം വേഷം ഇയാളെന്തിക്കാ. സ്റ്റെല്ല ബ്യൂട്ടീഷ്യൻ കോഴ്സ് എവിടെ പഠിച്ചേ? അറിഞ്ഞിട്ട് എന്തിനാ? എനിക്കൊന്നും ഒരുങ്ങാൻ. ഷൈമോനെ കേറിക്ക്. ചേട്ടാ വാ, എല്ലാരും റെഡിയായി. നീ ഒന്ന് ചുമ്മാരി. ഇന്നലെ ഉണ്ടാക്കിയ പുകില് നീ കണ്ടില്ലല്ലോ, എന്തേലും കാണിക്കട്ടെ. ഇങ്ങനെയുണ്ട് ഒരു രാജ്യസ്നേഹം അല്ലേ? വാട്ടാ മോനെ, വാടാ. ചേട്ടാ വാ, ഇവിടെ നിൽക്ക. അതെ, വേറെ ആരെങ്കിലും വിളിച്ച് നിർത്തിയാൽ മതി. കൊറേ ഉണ്ടല്ലോ. എന്ത് ചേട്ടാ? എടി അമ്മാരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നല്ലേ? ആ പോന്നല്ലോ. ചേട്ടൻ ഇതുവരെ പോയില്ലേ? എന്നിട്ട് അഞ്ചിട്ട് മാമ, ചെറുക്കനും പാർട്ടി എത്തി. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എടാ സാലി, എല്ലാം റെഡിയല്ലേ? പയ്യെ ഇപ്പൊ ഇറങ്ങും. ഇപ്പൊ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ചെറുക്കനെ ഇറങ്ങാത്ത ഇവനീ സ്വീകരണം പോലെ ഞാനും എമ്പാരും കൂടെ വേണം. ഇവനൊക്കെ എവിടുത്തെ ദുബായിക്കാരൻ. എടാ പയ്യനോട് ഇറങ്ങാൻ പറ. ബൈക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? എടാ ഒന്ന് വേഗം ഇറങ്ങാൻ പറ. ചേട്ടാ റെഡിയാ, ഇറങ്ങിക്കോ. ചേട്ടാ ഗ്ലാസ് ഒന്ന് കേട്ടാവോ? ചേട്ടാ ഗ്ലാസ് എന്താ ചേട്ടാ? എന്തിനാ ഇറങ്ങാത്തെ? ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ മതി. അവനാണ് ഒടുക്കത്തെ ജാടയാ. ആ ചില്ല് പോലും ഒന്നും തുറന്നില്ല. എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു. ഇവനൊക്കെ എന്ത് ഇറങ്ങിയാലും വാങ്ങാത്തൊലി. ടാടാ ഇത് കറക്കം നോക്കോളാം. എന്റെ വട്ടം വന്ന് ചാടിയേക്കരുത്, മനസ്സിലായല്ലോ? ശാന്തി, ഇതിന് മുഹൂർത്തമൊക്കെ ഉണ്ടോ? അല്ല അറിയാൻ പയ്യനോട് ഇറങ്ങാൻ പറ. മുഹൂർത്താവാറായി. ശാന്തി ചീത്ത വിളിക്കും. സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ. ഇവിടെ എല്ലാം റെഡിയാ.
എന്താണ് മോനെ വേഗം ഇറങ്ങും സമയമായി. എന്റെ അച്ഛ ഞാൻ വീട്ടിൽ വെച്ചാൽ പറഞ്ഞാണ് ധൃതി വെക്കരുതെന്ന്. അല്ല അവര് അച്ഛ കല്യാണം ഒറ്റ പ്രാവശ്യം അതെയല്ലേ നല്ല കാശ് മുടക്കി ഫോട്ടോഗ്രാഫർ ചങ്ങനായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട. അറിയോ സനിച്ചേട്ടൻ സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത്. പുള്ളി കല്യാണത്തിന് വരാൻ സമ്മതിച്ചാൽ നമ്മുടെ ഭാഗ്യം. പുള്ളി വന്നിട്ട് ഞാൻ ഇറങ്ങുള്ളൂ. അച്ഛൻ പൊയ്ക്കോ. എന്നാ ശരി മോനെ. സെൽഫി എടു. മോളൊന്ന് മാറിക്കേ ഒന്ന്. അതെ ഒരു ഫോട്ടോഗ്രാഫർ വരാനുണ്ട്, ഇപ്പൊ വരും. സന്തോഷവനായിരിക്കും. ചേട്ടനെ മറ്റേ പുള്ളി തല്ലിയല്ലേ? പക്ഷെ കുഞ്ഞപ്പൻ അറിയത്തില്ല എന്നെ അച്ഛനാണ്. എന്തായാലും കിട്ടി വരണം അന്തസ്സായിട്ട്. പിന്നെയും പുള്ളി ചേട്ടനെ നോക്കി നടക്കുന്നുണ്ട്. ചേട്ടനെ ഈ സാധനം അടിച്ചുകൊണ്ട് ഇതിന്റെ അകത്തിരുന്നോ? ആര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറക്കണ്ട. ഇനി നീ വിളിച്ച തുറക്കില്ല പിന്നെ. ചേട്ടാ എത്ര നേരമായിട്ടോ ഒന്ന് ഇറങ്ങാൻ പറയാം. എന്ത് പരിപാടിയാണിത്? അല്ല ഇവിടെ 2 ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ. ഒന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒന്ന് ഞങ്ങളുടെ. അയ്യേ അത് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർ അല്ല, വലിയ ഫോട്ടോഗ്രാഫറാ. ചേർത്തല്ല ഒരു സാമ്പാർ കല്യാണം ഇല്ലടാ, ഫ്രീയാ, വെറുതെ ഇരിക്കാ. മോനെ സിംഗപ്പൂര് മറ്റേ കാണ്ടിട്ടല്ലേ? ഓക്കെ ചേട്ടാ സമയായി, ശാന്തി പ്രശ്നമാക്കണുണ്ടേ. അല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. അല്ല വെറുതെ നോക്കല്ലേ, ആ പരിപാടി ശരിയാവില്ല. ഇത് നീ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോട്ടോ ലൈക്ക് അടിച്ചോണ്ട് എന്റെ കാല് പിടിച്ചോണ്ട് ഞാൻ വരാൻ സമ്മതിച്ചേ. കുഴപ്പമില്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല. ചേട്ടൻ കോട്ടിട്ട് ഫോട്ടോ എടുത്തെങ്കിൽ സ്റ്റൈലായാനെ. ഈ വൃത്തിയായിട്ട സെറ്റപ്പിൽ കോട്ട് ഇടണമെങ്കിൽ എക്സ്ട്രാ ചിലവ് വരും. ആണോ? അത് ചേട്ടാ. പിന്നെ ചേട്ടാ അത് അഡ്വാൻസ് ചെയ്ത സമയത്ത് ഒരു കാര്യം മെസ്സേജ് ചെയ്തായിരുന്നു. എന്താ മോനെ? എനിക്ക് ബാക്ക് ഇത്തിരി കൊള്ളാന്ന് കൂട്ടുകാർ പറയുന്നത്. അല്ല കുണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ മോനെ കല്യാണയെ കുറച്ച് വീട്ടിൽ വെച്ച് വന്നോട്. അല്ല പിന്നെ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫർ ഒന്നും ശല്യം ചെയ്യരുത് കേട്ടോ. ഇല്ല ശല്യം ചെയ്യില്ല. പിന്നെ വീട്ടുകാരും ഇടപെടാനും പാടില്ല. വാ മോനെ. ആ പരിപാടി തുടങ്ങട്ടെ. ആ ചേട്ടനൊന്ന് മാറ്റിയേ. ആ ചേട്ടന്റെ കളർ ശരിയില്ല. ആ മെറൂൺ ഫെലോ. എന്ന് ഉദ്ദേശിച്ചത് ജയനയാ, മനസ്സിലായില്ലേ? അത് പെണ്ണിന്റെ അമ്മാവനല്ലേ? അല്ല അത് സാരമില്ല. സൽമാൻ ചേട്ടൻ പറഞ്ഞോളൂ കേട്ടോളൂ കേട്ടോ പ്ലീസ്. ആ പയ്യൻ കയറട്ടെ. മഞ്ഞയാണോ അവൻ? യെല്ലോ ഫെലോ. ഒന്ന് മാറ്റി. എന്റെ മോനാ സുമേഷ്, അവനെ മുറച്ചെടുക്കണ പെണ്ണുണ്ട്. മോനിട്ടോടാ. ആ മാലയിൽ നിന്ന് എടാ മനെ ഈ കടിച്ചിറക്കുന്നുണ്ട്. ഇനി ആ ബൊക്കെ മേടിച്ചോ, കയ്യിലേക്ക് കൊടുത്ത് ഒരു ഷെയ്ക്കാനും കൊടുത്ത്. മോതിരം വല്ല കൊടുത്തുണ്ടോ? മോതിരം ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നടക്കാം പോരെ. ഏതാ ഈ നരപ്പൻ അഹങ്കാരി? ആന്റി വാ. എല്ലാവരും കൂടെ പോകുന്നത് വീട്ടിൽ പോരെ. മണ്ഡപം സുമാരല്ല. നമുക്കൊന്ന് ചിരിച്ചുകൊണ്ടിരിക്കാൻ വയ്യ മനുഷ്യ. ഓന്ത എങ്ങനെ ഇരിക്കുള്ളൂ മനുഷ്യനെ കൊണ്ട് പറയിക്കാൻ കല്യാണമായിട്ട്. ആരാണോ ഇതിൻ്റെ അകത്ത് പെറ്റാടുന്നത്? മുണ്ടൊന്ന് നേരിട്ട് കസവ് നേരിട്ടോ. എന്നെ നോക്കണ്ട, ചേട്ടന്റെ ഫോട്ടോ ആയിരിക്കും ആൽബത്തിൽ ഉപയോഗിക്കുന്നത്. ഒറ്റ പ്രാവശ്യമാണ് ക്യാമറ ലുക്ക്. മതി താനിപ്പോ എടുക്കണ്ട, സൽമാൻ ചേട്ടൻ എടുക്കും കേട്ടോ. ഓക്കെ സഞ്ജേട്ടാ. ഇവിടെ ഫോട്ടോ കിട്ടിയില്ലേ? വന്നപ്പോൾ ഭയങ്കര ഷോണല്ലോ പോയി. അതിനെ പൂച്ചിക്കണോട്ട് നമുക്ക് തന്നെ വിഷമം വന്നിട്ടേ. സാറില്ല വിട്ടേക്ക്. ആരാണെങ്കിലും ഒന്ന് ഇറങ്ങ്. ഏത് മറ്റവരാണോ അതിൻ്റെ അകത്ത്? എന്താ ജയചേട്ടാ ദക്ഷിണ കൊടുക്കാറായി. പത്മാ പറഞ്ഞിട്ടാ വിളിച്ചേ, വേഗം വരാൻ പറഞ്ഞു.
ബാല ഊണ് കഴിയോടെ തന്നെ എല്ലാരെയും ബസ്സേ കയറ്റിക്കൊടാം. ഇനി അതിന്റെ പേരിൽ ഒരു താമസം വേണ്ട. ആ ചെല്ല് ചെല്ല്. നമസ്കാരമുണ്ട്. ഞാൻ പെണ്ണിന്റെ വകയിലൊരു കൊച്ചനാ. ചെറുക്കൻ നല്ല മിട്ടുക്കൻ ചെറുക്കനാണ്. ഏതാണ്ട് ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്നു. ആ എങ്ങനെ ചെറുക്കൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചിട്ട് മതി, അല്ലെങ്കിൽ അവൾ അറിഞ്ഞ പ്രശ്നമാവാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഒരു വിധി. പിന്നെ വളരെ നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ പെങ്കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും എന്നെ കെട്ടാൻ തയ്യാറായതില്ലേ, അത് വലിയൊരു കാര്യം. എന്ത് കാര്യങ്ങള്? അല്ല, അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറുക്കൻ കെട്ടാൻ തയ്യാറായല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അറിഞ്ഞിട്ടില്ലേ? അല്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പം ചേട്ടനോടൊന്നും പറയാനൊന്നും പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചേട്ടൻ നിഷ്കളക്കം ചേട്ടനാണ് അല്ലേ? അതുകൊണ്ടാ. പിന്നെ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയായിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അതെ, ഇത് നമ്മളായിട്ട് അറിഞ്ഞ് തീർച്ചയായിട്ടും പുറത്തൊന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട. അപ്പൊ കാണാം നമുക്ക് കല്യാണം കഴിച്ചിട്ട്. ആ കാണാതെ എടി പിന്നെ നീ വന്നേ. അതെ, ഈ പെണ്ണിന് എന്തോ ബന്ധമുണ്ടെന്ന് ഒരാൾ പെണ്ണോടൊന്ന് പറഞ്ഞു. ഇന്നലെ വീട്ടിലും വിളിച്ച് ആരോ പറഞ്ഞില്ലേ? ഒന്നും ഉണ്ടായിരിക്കും മനുഷ്യ. കല്യാണപ്പന്തിൽ വന്നിട്ടാണ് ഈ കൊള്ളരായ്മ പറയുന്നത്. എൻ്റെ ആങ്ങളെ കല്യാണം കൊണ്ട് ക്രിമേഡിയാ നിങ്ങൾക്ക്. എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ. എന്നാലും എന്തോ ഒരു വന്തികേടും ഉണ്ട്. ഏട്ടനെ ഇവിടെ ഉണ്ടല്ലോ, ഈ വീട്ടിൽ കെട്ടിച്ചു കൊടുക്കൊണ്ട് ഒരു കാര്യമില്ല. സമയത്തിന് മരുന്ന് കൊടുക്കാൻ കൊന്നു വന്നു. ആ കൊടുത്തു കൊടുത്തു. നന്നായി വാ മോളെ. അമ്മയ്ക്ക് അവസാനം വേറെ കാരണന്മാരും സുഗത സുഗതേട്ടാ സുഗത ചേട്ടാ പിന്നെ ദക്ഷിണ ജലജ വാ. അയ്യോ ചേട്ടന് കൊടുത്തിട്ട് മതിയായിരുന്നു. ചേട്ടാ വാ. എടി സമയമില്ല. നിക്കേട്ടാ. പട്ടാളം അത് മുറുക്കാനല്ല, ദക്ഷിണയാണ്. അത് ഒരെണ്ണേ ഉള്ളൂ. ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ആ മതി മതി, ബാക്കിയൊക്കെ സ്റ്റേജിൽ കൊടുക്കാം. 5 മിനിറ്റ് സാരി ഒന്ന് ശരിയായിക്കോട്ടെ. ഇപ്പോഴാണോ ചെയ്യുന്നത്? ഇപ്പൊ വിടാം. വേഗം. ഓ, ഇനി ഇയാള് അങ്ങോട്ട് ഉണ്ടാക്കിയാലേ ശരിയാകത്തുള്ളൂ. ഒത്തിരി സൈലോട്ട് കൊണ്ടുവരാം. കൊണ്ടുവരാം. ഇവിടെ പോയി കിടക്കണമെന്ന്. അതെ അതെ, ഒരു പൊക്കം കുറഞ്ഞ കാണാൻ വർക്കത്തൊന്നുമില്ല. എന്റെ കൈക്കാരനാ കുഞ്ഞപ്പൻ. കാണാൻ കണ്ടല്ലേ? കണ്ടില്ല കണ്ടില്ല കണ്ടില്ല. എവിടെ നിന്ന് വരുന്നത്? ചെളികുത്താൻ പോയില്ലേ? ഇല്ല, പണിയില്ല. ഇതല്ല പാൻ്റെ. ഇപ്പൊ എങ്ങനെയാ? നമസ്കാരമുണ്ടേ. ആ ഇവിടുത്തെ ആരെങ്കിലും ആണോ? പെണ്ണിന്റെ കൊച്ചനാ. എന്നാ? അല്ല, ഞാൻ ചെറുക്കൻ്റെ വൈകിട്ട് കൊച്ചനാ. ആ എന്നാ പറ്റി? ഈ പെണ്ണ് വല്ല ചൊവ്വാദോഷമുള്ള കാര്യമുള്ളതാണോ? ആർക്കറിയാം ചൊവ്വാദോഷം? ഈ സ്വഭാവമുള്ള ചെറുക്കിന് കെട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ചോദിച്ചാണേ. ഹലോ സന്ദീപ്, ഞാൻ കിരൺ, അഞ്ജനയുടെ ഫ്രണ്ടാ. ഇങ്ങോട്ടൊന്ന്. അടിപൊളി കല്യാണമൊക്കെ ഒറ്റ പ്രാവശ്യം നടക്കുള്ളൂ പോയി. അപ്പൊ ഇതുപോലത്തെ ഫോട്ടോഗ്രാഫറിനൊക്കെ അല്ലേ? പുള്ളി അടിപൊളിയാണ് കേട്ടോ. എന്റെ കല്യാണം ആയിരിക്കണം. പുള്ളീനെ വിളിച്ചാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കണം. ഭയങ്കര കാശ. കല്യാണമൊക്കെ ഒരിക്കലല്ലേ നടക്കുള്ളൂ പോയി. എൻ്റെ കയ്യിൽ കുറച്ച് റെഫറൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. കാണിച്ചേ. അല്ല, അത് കുതിരയല്ലേ? ആ, കുതിര ഇവിടെ ഇല്ല. പക്ഷെ പെണ്ണിന്റെ അമ്മ നല്ല മുറ്റു കുതിരയുടെ പോലെ ഇരിക്കണം ഏറ്റവും. പുള്ളി വായന തോളത്ത് കയറ്റി വെച്ച് കൂട്ടുകാരാണെന്ന് ബാക്കിൽ തുള്ളി കഴിഞ്ഞാൽ നല്ല ഓളം പെട്ട് ഫോട്ടോ കിട്ടും. അതുകൊള്ളാം. എന്നാ പിന്നെ ഒരു സെൽഫി എടുത്താലോ? ഇൻസ്റ്റയിലേക്കിടല്ലോ കല്യാണ ചക്കൻ. അല്ല, ഞാൻ എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പൊ തന്നെ ഒരു പെങ്കുച്ചുമായിട്ട് പ്രേമത്തിനായിട്ട് ആത്മഹത്യ ചെയ്തതാ. എന്നിട്ടാവും പുനർജീവിച്ചു വന്നതാ. ആ, ഈ ചെറുക്കനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കായിരുന്നു. കാര്യമല്ല, ചേട്ടൻ്റെ മോനൊക്കെയാ. ഏട്ടൻ്റെ മോനാണോ? ആ, എൻ്റെ ഏട്ടൻ്റെ മോനാണല്ലോ. അതെ. പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലേ. കല്യാണം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. അല്ല, അനുഭവിക്കണം. പെണ്ണിന്റെ അമ്മ വരുത്തോണ്ടേ അവൻ ഈ അടി ബേളം നടന്നവനാ. എനിക്കൊന്നും പറയാനല്ല. അപ്പൊ നമ്മൾ മോശക്കാരനാ. അത് ഇവരൊക്കെ എല്ലാം കൂടെ ചേർന്നുള്ള പരിപാടിയാ. പെണ്ണിന്റെ വിധി അനുഭവിക്കട്ടെ എല്ലാവരും കൂടി. എനിക്കെന്നാ സോറി. എടാ ഫോട്ടോക്കാരാ, എന്റെ മോടെ 2 ഫോട്ടോ എടുക്കണായിരുന്നു. ടൈമില്ല ഓൾഡ് വുമൺ. വെഡിങ്ങിന്റെ ഇടയിൽ ഞാൻ വേറെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. സോറി,
എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ദേ ആ നിൽക്കുന്നതാണ് എന്റെ മോള്. കെട്ടഴിഞ്ഞെടുക്കാം. കുറച്ച് ടൈം എടുത്ത് ഷൂട്ട് ചെയ്യാം. അന്ന് ഞങ്ങളത് കഴിഞ്ഞിട്ട് സമ്മതിക്കില്ല. ചേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ മോനെ? എൻ്റെ ഐഡിയയിൽ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റും? അല്ല, പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല. എന്തായാലും നീ പറ. എന്താന്ന് വെച്ചാലേ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിൻ്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. അപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ ബാക്കിൽ വന്നിങ്ങനെ തുള്ളു. ആ ഒരു ഷോട്ട്. ഓക്കെ, സമയം അമ്മാവനെയും കൂടി. ഓക്കെ, എന്താ കളിക്കുന്നേ? കെട്ടുപോട്ടോ. കെട്ടുകഴിഞ്ഞാൽ പിന്നെ മറ്റേ പരിപാടി നടക്കൂല. പായസം കൊടുത്തായിരുന്നോ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നു. ഇങ്ങോട്ടോ, ഇപ്പൊ കൊടുക്കാം. ഒരു ഗ്ലാസ് പായസം എടുക്ക്. എന്താ പായസോ? ആ കൊടുത്ത കല്യാണത്തിന് മെയിനാൾക്ക്. ആ പിന്നെ 2 ഗ്ലാസ് എടുത്തോളാം. അവിടെ എനിക്ക് കൊടുത്തു. अंदर जाओ. ജവാൻ, യൂണിഫോം കറക്റ്റ് ചെയ്യും. ഞാൻ ഈ മിലിറ്ററി ക്യാമ്പ് മുഴുവൻ നോക്കി കാണുമായിരുന്നു. അതെ സാബ്, നമുക്ക് ആ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞിപ്പുരയെ കൊണ്ടുപോണേ. കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കേണസഭ എന്നെ ബെൽറ്റിനടിക്കും. ഭയങ്കര വേദനയാ. നമുക്ക് ഓരോന്നുകൂടി വിട്ടിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് കല്യാണം കൂടണം. നമുക്ക് ഇവിടെ തന്നെ നിന്നാ പോലെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാന്ന്. നിങ്ങളൊക്കെ എന്റെ സ്വന്തം വീട്ടുകാരെ പോലെയല്ലേ? ഇരിക്കും അങ്ങനെയൊക്കെ തന്നെ ലേറ്റ് പോനെ. അതുകൊണ്ടൊരു കാര്യം പറയാം, വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ. ആ ചെറുക്കൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവനെ കുറിച്ച് നല്ല ഒന്നല്ല ആൾക്കാര് പറയണ്. അതല്ല അവന്റെ ചായട്ടോണ്ടൊക്കെ ഒരു പുച്ഛുണ്ട്. ഉണ്ട്. ഈ സഹദേവനെ അവൻ അറിഞ്ഞൂടാത്തോണ്ടാണ് കല്യാണം വീടായി പോയി. ഇല്ലെങ്കിൽ ഹലോ, ഇവിടുത്തെ ആരായിരുന്നു? ഞാനോ? ഞാൻ പെണ്ണിന്റെ അപ്പച്ചയുടെ പുരുഷൻ ഫ്രം ദുബായ്. ഓ, ചെറുക്കൻ ദുബായാണല്ലോ. ആ, ഞാൻ ചെറുക്കൻ്റെ വകയൊരു അമ്മാവനാ. ഈ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത്. നമ്മളെ വിളിച്ചു വരുന്നു, കൂടുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഈ ചെറുക്കൻ ദുബായിലെ ഇവിടെ പിലിപ്പിടി പെണ്ണുങ്ങളെ കെട്ടി എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലെ ഭീകര സംഭവം എന്ന് പറഞ്ഞപ്പോ നാട്ടിൽ മൊത്തം പാട്ടാ. അറിയോ? അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ? ഞങ്ങളുടെ പെണ്ണ് ഭാഗ്യവതിയാണെന്ന് ഞാൻ പറയും. സാറല്ലേ അല്ലേ അത്? എനിക്കറിയാമോ സാറേന്ന്? എനിക്കറിയാം. സാറേ എൻ്റെ വീട്ടിലിപ്പോൾ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. എന്താ? എനിക്കൊന്ന് കക്കൂസി പോണായിരുന്നു. ഇപ്പോഴോ? അവരെല്ലാവരും ഇങ്ങനെ വരും. അവർ വന്നിട്ട് മതി. ഒരു രക്ഷയില്ല. കെട്ട് തുടങ്ങാനായില്ലേ? ഒരു 10 മിനിറ്റ്. കെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇലയിടാലോ. ഇടാം. കുടിക്കേ. എന്താ ഇത്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പായസം. പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല. താൻ പോയി കുടിക്കണം. അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. സദ്യ ഞാൻ കുളം തോണ്ടും. ഞാൻ കുടിക്കാം. കുടിക്കേ. സാമ്പാറിൽ മണ്ണ് വരട്ടെ? ആയില്ല, അയാൾ കുടിച്ചോളും. വെയിറ്റ് ചെയ്യ്. കുടിക്കേ. ചേട്ടാ നോക്കണ്ട, വട്ടന കുടിച്ചു. സന്തോഷമായില്ലേ? പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, വേറെ വട്ടിയാൻ തീർക്കും. ഇവിടുത്തെ ആരാന്നാ പറഞ്ഞ? ചേട്ടനോ? ഞാൻ ചെറുക്കനെ പറഞ്ഞു. ഞാൻ പെണ്ണിന്റെ ആയിരിക്കും. അത് ശരി, അപ്പൊ കുമ്മനായല്ലേ? ചേട്ടനും കുമ്മനാണല്ലോ. ഞണ്ണാൻ നേരത്ത് കാണാം. എന്നാ ഞണ്ണാൻ നേരത്ത് തന്നെ കാണാം. നിനക്ക് പ്രാന്താണ്. എന്താണോ തന്റെ മുഖത്ത് കണ്ണില്ലേ? 2 കണ്ണുകൊണ്ട് ചേച്ചി, ക്ഷമിക്കണം. ഇവിടുത്തെ ആരാ? ഞാൻ പെണ്ണിന്റെ കണ്ടു. ഞാൻ ചെറുക്കൻ്റെ രാഗം അതൊരു കാര്യം. സ്വഭാവം
പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടന്നേ മതിയായിരുന്നു. എന്നാലും ഈ ചെറുക്കനെ കൊണ്ട് ഈ പാവം പെങ്കൊച്ചിനെ കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പെണ്ണിന്റെ കഴുത്തിൽ സ്വർണ്ണമൊന്നും കാണാനില്ലല്ലോ. ഉള്ളതൊക്കെ റോൾഡ് ഗോൾഡാന്നാ തോന്നണേ. കെട്ടിച്ച് കൊടുക്കണതാ ഒരു മണ്ടൻ. നിന്റെ ആങ്ങളെ കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ? സ്വർണ്ണവും ഇല്ല, പേര് ദോഷം കേൾപ്പിച്ച് എല്ലാം കറക്റ്റാ. ഒന്ന് മാറൂ. ആ ചെറുക്കൻ കയറി വാ. അതെ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിന്റെ അമ്മ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. ചെറിയ കൂട്ടുകാരെ പരിപാടി. പിന്നെ പെണ്ണിന്റെ അച്ഛനോ അച്ഛനില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാച്ച കയറുവാ. ചേട്ടാ, കല്യാണച്ചക്കൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോഴേ ചേട്ടൻ തോളിലെടുത്ത് പൊക്കണമെന്നോ അതിന്റെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയണ്ടല്ലോ. അതൊന്നും വേണ്ട. അല്ല, അത് വേണം. ചേട്ടാ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. എടാ സുമേഷ്, പ്രമോദേ, വാ വാ വാ. എന്താണ് വാ താരുമോനെ, സഹോദരനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതെ, ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ? അല്ലല്ല, ഇപ്പൊ തന്നെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. സഞ്ജടാ വിളിക്കട്ടെ, വിളിക്കട്ടെ. ചേട്ടാ, ന്യൂ ജനറേഷൻ പിള്ളേർ ലൈൻ്റെയാണ്. പോടാ അവിടുന്ന്, വേറെ ആരെങ്കിലും വിളിക്കും. മനുഷ്യരവിടെ പിടിവിട്ട് നിൽക്കുമ്പോഴോ ഓരോരോ വേഷം കെട്ടും. അതെ, അളിഞ്ചല് ചക്കനെ തട്ടി തോളൊക്കെ ഇരിക്കും. നല്ല ഉഗ്രം ഫോട്ടോ ഉണ്ട്, നല്ല ഫോട്ടോഗ്രാഫാ. ചെല്ലുന്നു. നിങ്ങൾ എഴഞ്ഞോ തോളത്ത് കയറിയോ എങ്ങനെയായാലും ഇങ്ങോട്ടൊന്ന് കയറി വാ. ഇവിടെ മുഹൂർത്തം എന്നൊരു സംഭവം ഉണ്ട്. ചേട്ടാ ഒന്ന് പറ, എന്നെ ഒന്ന് എടുക്കാൻ. ചെല്ല്, കല്യാണങ്ങൾ കൊഴുക്കട്ടെ. അല്ല എന്തായി ചേട്ടാ പറയാം. ഞാൻ മോനെ, ഈ തോളത്തോട്ട് കയറിക്കോ. ഇതല്ല, ഈ തോളത്തോട്ട് കയറിക്കോ. ഇങ്ങനത്തെ തോളല്ല. ഏത് തോളായാലും എന്താ, ഈ തോളെങ്കിൽ ഈ തോള് വേറെ. കിരൺ ചേട്ടൻ എന്താ പരിപാടി? കെട്ടിപ്പ് നടക്കൂട്ടാ. പേടിക്കണ്ട, ഇപ്പോൾ ഒരു ബോംബിടും. ബോംബാ? എന്ത് ബോംബ്? അളിയളിയ വെക്കല്ലേ വെക്കല്ലേ, ഞാനൊരു 1 2 3 പറയും. അപ്പൊ എല്ലാരും കൂടി യോ പറയണം. അളി ഇപ്പൊ അല്ല, ഞാൻ പറഞ്ഞിട്ട് മതി. ഞാൻ പറയാം. ചേരുന്നു. രാവിലത്തെ സാമ്പാറിന് പരിപ്പ് കൂടിയോ? ഇവിടെ തന്നെയാണ്
എന്താ കല്യാണ ചകനൊക്കെ നന്നായിട്ട് തിരിക്കണം. എന്താണ് എന്താണ് കുഴപ്പമില്ലടാ മോനെ. എന്താ കുഴപ്പമില്ല. ഞാനൊന്നും പോട്ടെ പോട്ടെ, മുഹൂർത്തായി, കെട്ട് നടക്കട്ടെ. ശരിയല്ലേ? ആര് കളിയായി ശരിയല്ലേ? എന്ത് കളിയൊക്കെ ചെയ്യരുന്നു? എന്ത് കളിയൊക്കെ ചെയ്യുന്നു? ഞാനൊന്നുമല്ല. അത് പോട്ടെ പോലെ വിട്. എന്ത് പോട്ടേന്ന്? എന്ത് പോട്ടേന്ന് താനേ പറയണം. താനോ? എടീ സാധേവ താനെന്ന് വിളിക്കുക ഇവരാടി. സാധേവ മിണ്ടാണ്ടിരിക്കുക. പോട്ട് പോട്ട് സഹദേവ. അളയാ ഇറക്കനെന്തൊരു അഹങ്കാരിയാണല്ലേ. അവളെ അമ്മാവും കൊണ്ടുവന്ന് ബന്ധമല്ലേ, അനുഭവിക്കട്ടെ. മോനെ കൂടുതൽ അഹങ്കാരം കാണിക്കില്ലട്ടാ. എങ്ങനെ അവൻ അഹങ്കാരം കാണിക്കും. അവൻ ദുബായിക്കാരനാ. ഇത്തിരി പോലെ സ്വർണ്ണം ഇട്ടിട്ട് അവൻ പാവായതുകൊണ്ടല്ലേ ഈ കല്യാണത്തിന് സംഭവിച്ചത്. അപ്പൊ അവൻ അഹങ്കാരം കാണിച്ചു. ഇടി നിന്റെ ആങ്ങളുടെ കണ്ടുപിടുത്ത ഇത്ര വൃത്തിയുടെ കുടുംബത്തിലാണ് നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് ആരാണോ തന്നെ ഈ ദുബായിക്കാരൻ? ഈ ശുഭമുഹൂർത്തത്തിൽ അബദ്ധം ഉണ്ടാക്കി പൊറിക്കുവോ? വൃത്തിയായിട്ട കുടുംബക്കാര് പെണ്ണിനെ പറ്റി പല കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ പോട്ടെന്ന് വിചാരിച്ചു. ഞാൻ എന്താ കാര്യം അറിഞ്ഞു? തന്റെ മോനെ പറ്റി ഇതിനും 18 കാര്യം ഞങ്ങൾ അറിഞ്ഞു. എന്നെ പറ്റി ഇല്ല, എനിക്ക് എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ മോളാ. സന്ദീപ് പോട്ടെ, വിടാ. എന്താണിങ്ങോട്ട് മാറിക്കണോ? ഒരു കുടുംബക്കാരി സംസാരിക്കട്ടെ. ഈ ചെക്കൻ്റെ പ്രശ്നം ഉണ്ടാക്കില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനിവിടെ മാറി നിൽക്കണ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞത്. പെണ്ണിന്റെ ഓരോ എന്നാ കാര്യം അറിഞ്ഞത്? പിന്നെ തന്റെ ചെറുക്കൻ മറ്റേ കൊണച്ച ആളല്ലേ. ഒരു പെണ്ണിന് വേണ്ടി ചാവാൻ നടന്ന കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നീ എന്നല്ല പിന്നെ ചായ നടന്നത്. നിങ്ങളുടെ മകള് വെള്ളോട് കൂടെ പോയത് ഞങ്ങൾ എന്താ വേണ്ട? എന്റെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാണല്ലോ. അമ്മോ ആളിന്റെ പെർഫോമൻസ് ഉണ്ടല്ലേ എന്റെ പൊന്നോ. ഇതിനെ അറിയാം. ഫസ്റ്റല്ലേ ഫസ്റ്റിൽ ഇവിടെ കിടക്കണ്ടേ? എന്താ ഇപ്പോൾ സംഭവിച്ചത്? ഒരു ഗ്യാസ് പോയതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ അടി ഉണ്ടാവും. ഇതൊക്കെ ന്യൂ ജനറേഷൻ കല്യാണമാണ്. ഇതൊക്കെ ടിക്ടോക്ക് വീഡിയോ കൊണ്ടുണ്ടാക്കുന്ന അടിയല്ലേ? കണ്ടില്ലേ എത്ര ആംഗിളാ ഷൂട്ട് ചെയ്യുന്നത്? ആണോ? അങ്ങനെയാണ് അടുത്ത കൊട്ടേഷൻ അങ്ങനെ കൊടുത്താലോ? പാചകവും അടിയും പച്ചടി സുര. നമ്മൾ ചോറൊക്കെ എന്താ കാണിക്കണേ? പാക്ക് ചെയ്ത് എടുത്തോ, ഇവിടുത്തെ പൈസ കിട്ടും തോന്നില്ല.
ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ അവന്മാർക്ക് 2 എണ്ണം കൂടുതൽ കൊടുക്കായിരുന്നു. അതെങ്ങനെ കറക്റ്റ് സമയത്ത് അലൈന് നർബാബിന്റെ കോള് വന്നോ, അല്ലെങ്കിൽ കാണാതെ ഞാൻ. ഇനി ജയൻ തന്നെ ഒരാളെ കണ്ടെത്തിട്ടെ, അവൻ തന്നെ ഉണ്ടാക്കിയല്ലേ ഇതെല്ലാം. പെണ്ണിന്റെ കൊച്ചനായതുകൊണ്ട് ഞാൻ സുധനോടൊരു കാര്യം പറയാം. എന്റെ മോൻ സുമേഷിനെ കൊണ്ട് ഈ പെൺകൊച്ചിനെ കെട്ടിക്കാൻ ഞാൻ തയ്യാറാണ്. പണ്ട് ഞാനൊന്ന് ആലോചിച്ചതാ. അന്ന് ഇവിടെ ഉള്ളവർക്ക് എന്നാ ഡിമാൻഡ് ആയിരുന്നു. സ്വർണ്ണം വേണം, എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ളത് തന്നേച്ചാൽ മതി. ഒരു പെൺകൊച്ചിന്റെ കാര്യമായോണ്ടാ. അല്ലാതെ കല്യാണത്തിനൊന്ന് കെട്ടുമുടങ്ങിയ പെണ്ണെ വേറെ ആര് കേട്ടാനാ? അല്ലേ മോനെ? ആ ജോലി ചെയ്തപോലെ എന്നെ ചെയ്. കേണല് കഞ്ഞി. ചേട്ടാ ഇപ്പൊ നൈസായിട്ട് ഇവിടെ ചെന്നേ ചേട്ടന്റെ കാര്യം പറഞ്ഞാലോ? എടാ മണ്ട, രാവിലെ ഒരു വെള്ളം കുരിയിട്ട് വൈകിട്ട് കൊടടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഞാനാണ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടക്കിയത് നമ്മളന്ന് മനസ്സിലാവല്ലേ? ആ അത് ശരി. എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര എതിർപ്പില്ല. ഇനി എനിക്ക് സമയമുണ്ടല്ലോ. സുമേഷിനെ കൊണ്ട് അഞ്ജുനെ കെട്ടിക്കുന്ന കാര്യം അവരോട് പറയുന്നുണ്ട്. എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നിയത്. പുരുഷമായിട്ട് അത്ര മോശമാണെന്നുമല്ല, പോരാത്തതിന് പൂത്ത കാശുമുണ്ട്. പിന്നെ ആ പെണ്ണുപിള്ളയുടെ മുഖം അതങ്ങനെ ഇരിക്കൂ. അയാൾ ഇത്തിരി കുണുങ്ങിയൊക്കെ വർത്താനം പറയും. എനിക്കത് സ്നേഹം കൊണ്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചേച്ചി ഒന്ന് ജയൻ ചേട്ടനോട് പറ. ജയൻ ചേട്ടന് പുള്ളീനെ അത്ര ഇഷ്ടമൊന്നുമല്ലല്ലോ, എങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. അഞ്ചു വന്നിരിക്കോ? അവിടെ ഉണ്ട്. ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തൊക്കെയാ നടന്നത്? പിന്നൊരു കാര്യമുണ്ട്. അഞ്ജുന് അടുപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞ പയ്യനില്ലേ, അവന്റെ വീട്ടിലേക്ക് അഞ്ജുന്റെ കൂട്ടുകാർ വിളിച്ചിരുന്നു. എവിടെയാ അവന്റെ വീട്? അതറിയില്ല, പുറത്തെവിടെയോ ആണ്. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്നാ പറഞ്ഞേ. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ എന്തെങ്കിലും പോകുമ്പോഴേ ഉണ്ടല്ലെങ്കിൽ പിന്നെ ഇനി കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചേട്ടൻ റെജിനോടൊന്ന് സംസാരിക്കാം. റെജിയോട് ഇപ്പം എന്ത് സംസാരിക്കാനാ? ഈ അവസ്ഥയിൽ അവന് നമ്മളെ സഹായിക്കാൻ പറ്റും. അവരോട് വന്നപ്പോൾ തൊട്ടേ നമുക്ക് പരിചയമുള്ളതല്ലേ. നല്ല വീട്ടുകാരാ, നമ്മൾ പറഞ്ഞാൽ കേൾക്കും. അവനെന്തോ ജോലി ആവാറായിരിക്കല്ലേ. ഇത്രയ്ക്ക് എത്തിയിട്ട് കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാവരും ചേട്ടനെ കുറ്റം പറയും. എനിക്കിത് കേൾക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി പറഞ്ഞാൽ ജയൻ ചേട്ടൻ കേൾക്കുമായിരിക്കും. നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാന്നേ. ജയ, പുരുഷന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ അവർക്ക് സമ്മതമാണ്. നമുക്കൊന്ന് ആലോചി. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലേക്കൊന്നും അഞ്ചിനെ പറഞ്ഞു വിടാൻ പറ്റില്ല. പൊട്ടനെ പോലത്തെ ഒരു മോനും എനിക്കറിയാൻ തയ്യേണ്ടത്. ആർക്കാ ഇവിടെ അത്യാവശ്യം? ഞാൻ അന്നേരം പറഞ്ഞല്ലേ, എനിക്കൊരു താല്പര്യം തോന്നിയില്ല. ഒരുമാതിരി മേനകെട്ട സ്വഭാവമാണ് പുരുഷന്റെ. അയാളുടെ കുണുങ്ങിയുള്ള നടത്തവും ആ നോട്ടവും ഭാവവും അല്ലേ. ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്തത്. നിന്റെ ഇഷ്ടം പോലും അന്വേഷിക്കാതെ ഇത് തീരുമാനിച്ചത്. ഒരു നല്ല ജീവിതം നിനക്ക് ഉണ്ടാകുമെന്ന് ഓർത്ത്. എനിക്ക് അമ്മും നീയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മാമനൊരു കാര്യം ചെയ്യാൻ പോവുക. എല്ലാവരും എന്നെയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. അതുകൂടെ പക്ഷേ മോള് മാമൻ്റെ കൂടെ നിൽക്കണം. നമ്മുടെ റിജിയെ ഞാൻ മോക്ക് വേണ്ടി ആലോചിക്കുകയാണ്. അവൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാനിത് നടത്തും. അതെ കിരൺ, ഒരു കാര്യമുണ്ട്. അതെ, ഒരു പ്രശ്നമുണ്ടോ? ഒന്ന് സംസാരിക്കണം. സാറേ, ഇവിടെ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അതൊന്ന് തീർക്കട്ടെ. അതെ, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർത്തോ. ഞാൻ എന്റെ പ്രശ്നം തീർത്തിട്ട് ഇന്ന് പോകുന്നുള്ളൂ.
ഞാനിവിടെ നിൽക്കാം. എന്നാ സാറേ തലയ്ക്ക് തന്നെ പറ്റിയേ? നീ ആരാ? ഞാനിവിടുത്തെ അഞ്ജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നാലേ എൻ്റെ വീട്ടിൽ രാവിലെ വന്നൊരുത്തൻ കയറി ഭാര്യയെ പിടിക്കാൻ വന്നതാ. ചേച്ചിനെ ഞാൻ നല്ല ശ്രദ്ധിച്ചായിരുന്നു. വെളുത്തിട്ട് നല്ല ഓ ശ്രദ്ധിച്ചായിരുന്നല്ലേ? നമുക്കൊരു തീരുമാനമൊക്കെ സാറോ വന്നോളൂ. അങ്ങളെ അങ്ങളെ ഒന്ന് വരാമോ? എന്നാത്തിനാ? ഒരു അത്യാവശ്യമായിരുന്നു. എന്നെ അത്യാവശ്യം? പ്ലീസ് ആൻറ്റി ഒന്ന് അങ്ങളുടെ അടുത്ത് വരാൻ പറയും. ആൻറ്റി വാ മനുഷ്യ, കൊച്ചൻ വിളിക്കുന്നില്ല. അളിയ ഒന്നൊന്ന് സാധനമുണ്ടോ കൊച്ചോ? അത് എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. അവിടെ ഒരാള് കാണാൻ വന്നത്. പഴയ ബന്ധുക്കാരും ആണോ? നിങ്ങളെല്ലാവരും ഇനി വേറെ വല്ല ആലോചനയ്ക്ക് കൊണ്ടുപോകണം നടക്കുകയില്ല. എന്റെ മോനായിട്ട് ഫിക്സ് ആയി. അതുകൊണ്ടാ. അത്യാവശ്യം ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആണോ? അതാരാ? എല്ലാവരും അയ്യോ ഇതെന്നാ പറ്റി? ആരാ തലക്കടിച്ചത്? സൂചിയെ കണ്ടില്ല കല്യാണത്തിന്. അതെ സാറിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ആരോ ചേച്ചിനെ കയറി പിടിക്കാനായിട്ട് വന്നായിരുന്നു. സാറിന്റെ തലക്കിട്ടടിച്ച് ഇറങ്ങി ഓടിയോണ്ട് ആരാന്ന് കണ്ടില്ല. നിക്ക്, ഞാൻ പറയാം. ആളെ കണ്ടില്ലെങ്കിലും ദൈവം ഉണ്ടല്ലോ, തൊണ്ടി മുതൽ കിട്ടിയിട്ടുണ്ട്. കണ്ടാലറിയാം ഏതോ ഫോറിൻകാരൻ്റെയാ. ഇതെന്നെ കാണാതെ പോയ ലില്ലിപ്പൂക്കളുള്ള നമ്മൾ എമിറേറ്റ്സ് മാളിൽ നിന്ന് തീരുമാനമായല്ലോ. നാണില്ല കളവാ ചേറ്റവാക്കാറങ്ങ. തന്റെ കല്യാണാലോചന വേണ്ട, ഒരു കോപ്പം വേണ്ട. പിന്നെ പോകാൻ തന്റെ ചെറുക്കനോടെ കൊണ്ടുപോയിക്കണം. എന്റെ അല്ലേ മോൻ. അത് വൃത്തിയാട്ടോ മനുഷ്യൻ. എല്ലാം കാക്കയും കൊത്തിക്കൊണ്ടിട്ടതായിരിക്കും. താമസിക്കണ്ട ചേട്ടാ. റജി അളിയാ റെഡി? വാ കേറി. ഒരു റജി, കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക. തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് അഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അയ്യോ ചേട്ടാ, അത് അല്ല, പെട്ടെന്നെടുക്കേണ്ട ഒരു തീരുമാനം അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ശാപം കിട്ടിയൊരു പെണ്ണായി എനിക്കെൻ്റെ മോളെ കാണാൻ കഴിയില്ല. ഞങ്ങളൊരു സഹായം പോലെ നിന്നോട് ചോദിക്കുക. അയ്യോ അതല്ല ചേട്ടാ, ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അല്ല, അതെനിക്കറിയാം. അവക്കെന്തോ പ്രേമോ മറ്റോ അതൊക്കെ ഈ പ്രായത്തിലുള്ളതാണല്ലോ. അങ്ങനെ ഒരു മോശം കുട്ടിയല്ല അവൾ. അയ്യോ ഞാൻ അങ്ങനെയല്ല ചേട്ടാ. അഞ്ജുനോട് പറഞ്ഞപ്പം അവക്ക് സമ്മതമാണ്. നിന്റെ അമ്മയോടും അളിയനോടും ഒക്കെ ഞാൻ സംസാരിച്ചോളാം. അവരെ കൊണ്ടൊന്നും കുഴപ്പമില്ല ചേട്ടാ. പക്ഷെ എനിക്ക് ജോലിയൊക്കെ ആയി വരണേ ഉള്ളൂ. അതൊക്കെ എനിക്കറിയാം. അതൊന്നും സാരമില്ല. നീ എന്തായാലും അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. ചേട്ടൻ വാ, നമുക്കൊരു ചായ കുടിക്കാം. വാ. അതല്ല റജി, നിങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു ചായ കുടിക്കാം. വാ. എടാ റജി, ചായ കുടിക്കാം. അതിനു മുമ്പ് ചെറിയൊരു... ഇനി എന്താ ചേട്ടാ? എടാ ഇതുവരെ... ഓ പുറത്തല്ലേ? പുറത്താ. ചേട്ടാ സംഭവം സത്യ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്താൽ ഇപ്പൊ കിട്ടിയെടുക്കും. ടീന എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. എന്തേ? റജിക്കുള്ള പണി ഇതിലുണ്ട്. താലിയിടും. ശാന്തി, കൂടുതൽ പരിപാടികളൊന്നും വേണ്ട, ചടങ്ങ് മാത്രം മതി. മാംഗല്യം തന്തുനാനേന മമ ജീവനഹേതുന. അതെ കിരൺ ചേട്ടന് എന്താ ചെയ്യാൻ പോണേ? ഇത്രയൊക്കെ ചെയ്യെങ്കിലേ കിരൺ ഇതൊക്കെ വെറും സിമ്പിൾ അല്ലേ? നീ കണ്ടോ?
വിളിക്കട്ടാ? അതല്ല കെട്ടിമേളം വെച്ചത്. കെട്ടിമേള അല്ലാതെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ടേ? എടാ അവൻ അവന്റെ പെണ്ണിനെ കട്ടറിയാൻ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അവന്റെ പെണ്ണ. അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രേമാണ് മറ്റേന്നൊക്കെ പറഞ്ഞ എന്നോട് ഒരുപാട് കഥ പറഞ്ഞല്ലോ. കണ്ണാ എന്നാ ഇനി ഒരു കഥ സൊല്ലട്ടുമാ? അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ആഴ്ച എങ്ങാണ്ട് പെണ്ണ് കാണാൻ വരുമെന്നാ പറയണേ. അത് മാമന്റെ ഏതോ കൂട്ടുകാരന്റെ ആരുടെ മോനാ. എന്റെ പൊന്നഞ്ചു, എനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല. പിന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ കിടന്ന് പ്രേമിച്ചെന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. നീ ആണെങ്കിൽ നിന്റെ അമ്മയോട്ട് എത്ര പറഞ്ഞാൽ ഇറങ്ങി വരൂല്ല. കിരൺ ടീനയുടെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് അവര് സമ്മതിച്ചല്ലോ. എടി ടീനയുടെ വീട്ടുകാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. നിന്റെ വീട്ടുകാർക്കോ? എന്തു പറഞ്ഞാലും എന്റെ വീട്ടുകാർ കുറ്റം പറഞ്ഞാൽ മതി. ഇവിടെ അഞ്ജന എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്നോട് സംസാരിക്കാൻ പറഞ്ഞു വെച്ചു. എന്ന് ആലോചിച്ച് തീരുമാനം എടുക്ക്. എങ്ങാനും പാളി കഴിഞ്ഞാ പാളി അവളെയും കൊണ്ട് ഞാനിങ്ങ് പോരും. അതല്ലടാ, അയാളെന്റെ കാലൊന്ന് പിടിക്കണം. റെജിയുടെ മധുര പ്രതികാരം. നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എൻ്റെ പേര് ജയനെന്നാണ്. ഇനി ഇതിന്റെ പുറകെ എങ്ങാനും വന്നാൽ നിന്റെ കുടുംബം ഞാൻ ഇല്ലാണ്ടാക്കും. ആണ് പറയായാലും അച്ഛനെ തല്ലേ മനസ്സിൽ നോവില്ല. അല്ലാതെ അയാളെ പേടിച്ചിട്ടൊന്നുമല്ലല്ലോ അല്ലേ? ലൈറ്റായിട്ട്. എന്നാ ഞാൻ എൻ്റെ പ്ലാൻ പറയാം. പാചകം പച്ചടി സുര, ഫോട്ടോ മജീദ്, ശാന്തിക്കാരൻ സതീഷൻ തെക്കുംപുറം, ഇവരെല്ലാവരും ഇവിടെ എത്തിക്കണം. പിന്നെ നീ പറഞ്ഞതനുസരിച്ച് ഈ ജയന് വൃത്തിപരിപാടി കൂടുതലുള്ള ടീമല്ലേ, അതായത് OCD. നമുക്കത് വെച്ചൊരു കളി കളിക്കാം. നീ ആ ഗ്ലാസ് ഒന്ന് കുപ്പിയുടെ മേളിൽ വെച്ചേ വെക്ക്. നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കണം. കല്യാണ വീടാണ്, താഴെ പോകരുത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. കല്യാണ ചെറുക്കൻ്റെ കാമുകിയായിട്ടൊരു പെണ്ണ് വരും. എൻ്റെ ഫ്രണ്ടാ, ഫ്രം ബാംഗ്ലൂർ. ഇവിടെ നമ്മളൊന്ന് ഡീൽ ചെയ്ത് മതി. അപ്പോഴേക്കും ചെറുക്കനുകളായിട്ടുള്ള വന്ന നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. ഒപ്പം അഞ്ചുവിൻ്റെ കാര്യം, അവൾ മണ്ഡപത്തിൽ കയറുമ്പോൾ നീ അവൾക്കൊരു കോൺഫിഡൻസ് കൊടുത്ത് മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ജയൻ, സഹദേവൻ, ശൈലപ്പൻ കാണുന്ന ആൾക്കാർക്കൊക്കെ നല്ല പണി കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇനി നീ ഈ ഗ്ലാസ് ഒന്നെടുത്ത് കുപ്പിയുടെ വെള്ളം വെച്ച് സമനില തെറ്റി അവർക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റാതാവുമ്പോൾ കല്യാണം ഇതുപോലെ. ഞാൻ കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്റെ പൊന്നഞ്ചു, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. നീ ഇങ്ങനെ കാണണം പറഞ്ഞ വാശി പിടിക്കില്ലേ? ചെറുക്കൻ ചെറിയ വയറ് കണക്ട് പണികളോട്ടാ. ചേച്ചി, ഞാനിപ്പോൾ അവൻ്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കി. അവൾ കല്യാണത്തിന് സമ്മതിച്ചോണ്ട് അവൻ ഇനിയുള്ള വേണ്ടെന്നാ പറയുന്നത്. ചേച്ചി, നമ്മുടെ റീച്ചേട്ടും നല്ല പയ്യനല്ലേ? അവളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല കൂട്ടാന്നൊക്കെ. ചിലപ്പോൾ പുള്ളിക്ക് അവളെ മനസ്സിലാവും. അഥവാ അവൾ എന്തെങ്കിലും എതിർപ്പ് കാണിച്ചാലും നമുക്ക് പറഞ്ഞങ്ങ് സമ്മതിപ്പിക്കാം. ഈ കല്യാണം നടക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി കാണണം. അതുകൊണ്ട് ചേട്ടൻ റെജിനോടൊന്ന് സംസാരിക്കാം. നിനക്ക് അഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഞങ്ങളൊരു സഹായം പോലെ നിന്നോട് ചോദിക്കും. അല്ല ജയൻ ചേട്ടൻ, ഞാൻ അവളെ കണ്ടിട്ടില്ല. നിങ്ങള് കൊള്ളാലോ ചേട്ടാ. എങ്കിൽ പിന്നെ എന്നോടൊരു ചേട്ടാണെന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നു. എടാ, എൻ്റെ തലയിലൊന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞാനും പാളിയാ. പിന്നെ എല്ലാ കാര്യത്തിനും ഒരു റെസ്പോൺസ് വേണമല്ലോ. നിന്റെ വീട് എവിടെ ശരിക്കും? എന്റെ വീട് തൃശ്ശൂര്. കുറെ നാളായിട്ട് അമ്മ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കാ നന്നാൻ വേണ്ടിട്ട്. നന്നാ ചേട്ടായി, എനിക്കൊരു കാര്യം കൂടി അറിയണമെന്നുണ്ട്. ശരി ശൈലപ്പൻ ചേട്ടാ. अच्छा बेटे फिर मिलेंगे. हम चलते चलते പോട്ടെ. പോയിട്ട് വാ. കാണാം. ഒന്നാം തീയതി ഞാൻ വിളിക്കും. പോട്ടെ റെജി. ഹാപ്പി മാരീഡ്. എന്തായാലും കാര്യങ്ങളൊക്കെ നടന്നില്ലേ? അതെ അതെ,
ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു കല്യാണം നടന്നതിന്റെ ബുദ്ധിമുട്ടല്ലേ? ഏയ് അതൊന്നുമല്ല, അതിനേക്കാളും വലിയൊരു മുട്ടുണ്ട്. എന്നാ ശരി, ഞങ്ങളെന്നാ ഇറങ്ങുവാ. ടീന, ഞങ്ങളുടെ കല്യാണമാണ്, എല്ലാരും കൂട്ടി വരണം. ശരി, ചെല്ലട്ടെ. സലി എന്നോട് അവസാനം ഒരു ചോദ്യം ചോദിച്ചു. ആ കല്യാണം മുടങ്ങാനുള്ള യഥാർത്ഥ കാരണക്കാരൻ ആരാണ്? പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു. അവര് പോലും അറിയാതെ ഞങ്ങളുടെ ആഗ്രഹത്തിന് കൂടെ നിന്ന് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ നമുക്കപ്പുറത്തേക്ക് ഈശ്വരനൊരു പ്ലാൻ ഉണ്ടാവും. നമുക്ക് ഈ കല്യാണ ചക്കനിട്ട് ഒരു പണി കൊടുക്കണം. എന്തോ സാറേ നമ്മുടെ മറ്റേ പണി. ഞാൻ സ്റ്റേജിലേക്ക് കയറിക്കട്ടെ, പക്ഷെ ഞെട്ടിക്കണം. ശരി, ഞാൻ ലൈറ്റ് സെറ്റ് ചെയ്തേ.